ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്, കസേരകൾ വന്നെത്തിയിട്ടുള്ള സഖാക്കൾ കസേരകൾ ഇരിക്കണം. യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ ഡോക്ടർ ആർ ലതാദേവിയെ വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയമുള്ള സഖാക്കളെ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജന്മശതാബ്ദി ആഘോഷ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നതിന് വേണ്ടിയിട്ട് കടയ്ക്കൽ മണ്ഡലത്തിലെ 8 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നും സഖാക്കൾ വന്ന് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും സമയം വൈകിയതിനാൽ യോഗം ഉടൻ തന്നെ ആരംഭിക്കാതെ നിവർത്തിയില്ല. ഈ യോഗത്തിന്റെ ഉദ്ഘാടകൻ അടക്കമുള്ള നേതാക്കന്മാർ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇവിടെ എത്തിച്ചേരുന്നതാണ്. CPI ജന്മശതാബ്ദി സംഗമത്തിൽ സ്വാഗതം ആശംസിക്കുന്നതിനായി നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നേതാവ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള സംസ്ഥാന കൗൺസിൽ അംഗം കൂടിയായ സഖാവ് എസ് ബുഹാരിയെ ക്ഷണിക്കുകയാണ്. നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പലരും സദസ്സിലിരിക്കുകയാണ്. ആ സഖാക്കളെല്ലാം ഈ സ്റ്റേജിലേക്ക് വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഏറ്റവും ബഹുമാനമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും ഈ യോഗത്തിൻ്റെ അധ്യക്ഷയുമായ ഡോക്ടർ ആർ ലതാദേവി, നിരവധിയായ നേതാക്കൾ ഈ സ്റ്റേജിന് ഫ്രണ്ടിൽ ഉണ്ട്. അഡ്വക്കേറ്റ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് അഡ്വക്കേറ്റ് പ്രകാശ് ബാബു അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തിച്ചേരേണ്ടതുണ്ട്. എല്ലാം നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. നമ്മുടെ പ്രിയങ്കരിയായ മിനിസ്റ്റർ ജെ ചിഞ്ചുറാണി സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റേജിൽ ഇരിക്കുന്ന ഏറ്റവും സമാദരണീയായ നേതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട സഖാക്കളെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് ഈ യോഗം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, 100 വർഷം തികയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായിട്ട് 100 വർഷം തികയുന്ന വർഷമാണ് 2025. ആ 2025 എത്തുമ്പോൾ 100 വർഷം തികയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്താകമാനവും നിരവധിയായ ചെറുതും വലുതുമായ ക്യാമ്പയിനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് കടയ്ക്കൽ മണ്ഡലത്തിൽ ഇത്തരം ഒരു ക്യാമ്പയിൻ എടുക്കണം എന്ന് ആലോചിക്കുകയും നമ്മുടെ പ്രിയപ്പെട്ട സഖാക്കളെയെല്ലാം ഇവിടെ എത്തിച്ചേരുകയും ഇപ്പോൾ കുറച്ച് സഖാക്കൾ എത്താനുണ്ട്, അവരും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുക. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ നേതാക്കൾ നിങ്ങളോട് സൂചിപ്പിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം കാര്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ മാത്രം ചുരുങ്ങുകയാണ്. എന്നാൽ അതിന് മുന്നായി ചില കാര്യങ്ങൾ സൂചിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ, അത് മറ്റൊന്നുമല്ല, ഈ കടയ്ക്കൽ ഈ അടുത്ത കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തിട്ടുള്ള ചില സംഘടനാ നടപടി അതൊന്ന് ചുരുക്കി നിങ്ങളോട് പറയണം എന്നുള്ളത് കൊണ്ടാണ് ആ സമയം ഞാൻ എടുക്കുന്നത്. വളരെ ചുരുക്കം സമയമാണ്.
നിങ്ങൾക്കറിയാം, സഖാബ് JCN നമ്മുടെ പാർട്ടിയുടെ ഒരു നല്ല പ്രവർത്തകനായിരുന്നു. ആ സഖാവിനെയാണ് ഈ അടുത്ത കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടി വന്ന ഒരു സാഹചര്യം സംജാതമായത്. അത് മിക്കവാറും ഇവിടെ ഇരിക്കുന്ന പല സഖാക്കൾക്കും കുറച്ചാളുകൾക്കറിയാം. എന്നാൽ കുറച്ചെങ്കിലും സഖാക്കൾക്ക് അതെന്ത് എന്നുള്ളത് അറിയാതെയും ഇരുന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ വേദിയിൽ അത് സൂചിപ്പിക്കേണ്ടി വരുന്നത്. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന സഖാവ് MN, അദ്ദേഹത്തിന്റെ നാമധേയത്തിലാണ് നമ്മുടെ സംസ്ഥാന ഘടകത്തിന്റെ ഓഫീസ് തിരുവനന്തപുരത്ത് MN സ്മാരകം. എത്രയോ വർഷമായി അത് പ്രവർത്തിക്കുകയാണ്. അപ്പൊ അതിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒരു ചെറിയ ഫണ്ട് കാളുകയും നമ്മുടെ സംസ്ഥാനത്ത് 2 ദിവസം കൊണ്ട് അത് പൂർത്തീകരിക്കണം എന്നുള്ളതാണ്. 2 ദിവസം കൊണ്ട് നമ്മുടെ ജില്ലയിലെ എല്ലാ മണ്ഡലം കമ്മിറ്റികളും അത് പൂർത്തീകരിച്ചു. കടയ്ക്കൽ മണ്ഡലം കമ്മിറ്റിയും 2 ദിവസം കൊണ്ട് അത് പൂർത്തീകരിച്ചു. 7,18,000 രൂപയാണ് ഇവിടെ പിരിഞ്ഞു വന്നത്. ആ 7,18,000 രൂപ അതിന്റെ പിറ്റേ ദിവസം തന്നെ കൊല്ലത്ത് ജയൻ സ്മാരകത്തിൽ കൂടി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആ ഫണ്ടുകൾ ഏറ്റുവാങ്ങി. എല്ലാവരും ചെക്കായിട്ടാണ് അവിടെ കൊടുത്തത്. നമ്മളും ചെക്കായാണ് അവിടെ കൊടുത്തത്. പക്ഷെ 3 മാസം കഴിയുമ്പോഴാണ് അറിയുന്നത് 3 മാസമായിട്ടും കടയ്ക്കൽ നിന്ന് കൊടുത്ത ചെക്ക് മാറിയിട്ടില്ല എന്നുള്ളത്. അപ്പൊ വളരെ ഗോപ്യമായി നമ്മുടെ ജില്ലാ സെക്രട്ടറി PS സുബാൽ വളരെ സ്നേഹപൂർവ്വം വിളിച്ച് ആ സഖാവിനോട് പറഞ്ഞു, സഖാവേ, ഇത് 1 പൈസ പോലും ലാഗ് ചെയ്യുന്ന കുറ്റകരമായ നടപടിയാണ്. അപ്പോൾ ഇത് പുറത്താരും അറിയണ്ട. 3 മാസമായെങ്കിലും സഖാവ് എത്രയും പെട്ടെന്ന് ആ പൈസ കൊണ്ട് DC-യിൽ അടയ്ക്കണം എന്ന് സൂചിപ്പിച്ചു. ഞാനിപ്പോ തന്നെ അടയ്ക്കാം എന്ന് പറഞ്ഞ് ഏതാണ്ട് 30 ദിവസം കഴിഞ്ഞിട്ടും ആ കാശ് അടയ്ക്കുന്നില്ല. അപ്പോൾ 4 മാസമായി. 4 മാസം കഴിഞ്ഞ് വീണ്ടും കുറച്ചുകൂടെ ഷാർപ്പായിട്ട് സെക്രട്ടറി പറഞ്ഞു, ആ കാശ് സഖാവ് അടയ്ക്കണം. 15 ദിവസം കഴിഞ്ഞിട്ടും അടച്ചില്ല. അങ്ങനെ നമ്മുടെ പാർട്ടിയുടെ നേതാക്കളായ സഖാവ് മുല്ലക്കര രത്നാകരനെയും സഖാവ് R രാജേന്ദ്രനെയും വിളിച്ച് പറഞ്ഞു, ഇങ്ങനൊരു കുഴപ്പം കടയ്ക്കൽ മണ്ഡലത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ആ സഖാവിനോട് ഈ കാശ് ഇവിടെ എത്രയും പെട്ടെന്ന് അടയ്ക്കണം എന്ന് പറഞ്ഞു. ആ DC-യിൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. പറഞ്ഞ ദിവസം 7 ദിവസം കഴിഞ്ഞിട്ടും ആ 7ാമത്തെ ദിവസം സംഘടനാ നടപടിയെടുക്കാൻ DC കൂടുമ്പോ ഈ സഖാവ് ആ കാഴ്ചടച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 7 മാസം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 7,18,000 രൂപ ആരോരും അറിയാതെ കയ്യിൽ വെച്ച് തിരിമറി നടത്തി. അപ്പോൾ അത് DC-യിൽ എല്ലാവരും അറിഞ്ഞു. ചർച്ച നടന്നു. ആ സഖാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് മിക്ക സഖാക്കളും അന്ന് അവിടെ ആവശ്യപ്പെട്ടത്. എന്നാൽ നമ്മുടെ പാർട്ടിയുടെ നേതാക്കന്മാരുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് അതൊരു ചെറിയൊരു നടപടിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്തേക്ക് കുറച്ചു കാലം മാറ്റി നിർത്താൻ വേണ്ടി അവിടെ തീരുമാനിക്കുകയും അങ്ങനെ തീരുമാനിച്ച് കൗൺസിൽ നിലനിർത്തിക്കൊണ്ട് സഖാവിനെ മണ്ഡലം കമ്മിറ്റി സ്ഥാനത്ത് നിന്ന് മാറ്റി. അതിന്റെ പിറ്റേ ദിവസം ഇവിടെ മണ്ഡലം കമ്മിറ്റി കൂടി, DC എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അതുപോലെ സംസ്ഥാന നേതാക്കളെല്ലാം ഇവിടെ കമ്മിറ്റി ഓഫീസിൽ വന്നു. കമ്മിറ്റി കൂടി സഖാക്കളോട് വിശദീകരിച്ചു. സഖാക്കളെല്ലാം അത് അഡ്മിറ്റ് ചെയ്തു. പക്ഷേ ഒരു കാര്യം അവർ ആവശ്യപ്പെട്ടു, ഇത്രയും പെട്ടെന്ന് എങ്ങനെയാണ് ഇത് പത്രത്തിൽ വന്നത്, എങ്ങനെയാണ് TV-യിൽ വന്നത്? അപ്പൊ അത് അന്വേഷിക്കണം. അത് അന്വേഷിക്കണ കൂട്ടത്തിൽ ഇതും കൂടി അന്വേഷിക്കണം എന്ന് പറഞ്ഞ് DC-യെ ചുമതലപ്പെടുത്തി വിടുകയും പിറ്റേ ദിവസം കൂടിയ എക്സിക്യൂട്ടീവിൽ ഒരു കമ്മീഷനെ നിയമിക്കുകയും ചെയ്തു. നമ്മുടെ പാർട്ടിയുടെ മുൻ മന്ത്രി കൂടിയായ സഖാവ് K രാജു സാർ അതിന്റെ ചെയർമാൻ, അതിന്റെ 2 അംഗങ്ങൾ സഖാവ് RSNലും സഖാവ് MS താരയും അടക്കം 2 അംഗങ്ങളെ കൂടി വെച്ചുകൊണ്ടാണ് 3 പേരെ കമ്മീഷനായി തീരുമാനിച്ചത്. അവർക്ക് ടേംസ് ഓഫ് റെഫറൻസ് ഒക്കെ കൊടുത്തു. ഇത്ര മാസം കൊണ്ട് പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം മുതൽ പരാതികളുടെ ഒരു പ്രളയമായിരുന്നു. ആദ്യം പരാതി തരുന്നത് CPIM ജില്ലാ സെക്രട്ടറി
സഖാവ് ഒരു കത്തും കുറച്ച് സ്റ്റേറ്റ്മെന്റും അടക്കമാണ് DC സെക്രട്ടറിക്ക് പരാതി തന്നത്. ആ തന്നതിൽ അതിൽ പറയുന്നത് ഏതാണ്ട് 5,65,00,000 രൂപ തുടയന്നൂർ ബാങ്കിൽ നിന്ന് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലൂടെ പോയി. അത് ഈ പാർട്ടി വളരെ ഗൗരവമായി പരിശോധിക്കണം എന്നാണ് പറഞ്ഞത്. പാർട്ടിയുടെ ഒരു CPIMന്റെ ജില്ലാ സെക്രട്ടറി തരുന്ന ആദ്യത്തെ പരാതി വളരെ ഗൗരവപൂർവ്വം നമ്മുടെ സെക്രട്ടറി എടുത്തു. അതുകൂടി കമ്മീഷന് കൈമാറുന്നു. തൊട്ടു പിറ്റേ ദിവസം നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ഒരു പരാതി DC സെക്രട്ടറിയുടെ കൈവശം എത്തിക്കുന്നു. അത് DC സെക്രട്ടറി തുറന്നു നോക്കുമ്പോൾ 38 ലക്ഷം രൂപ നമ്മുടെ പാർട്ടിയുടെ മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന സഖാവ് മധുവിന്റെ സഹോദരി തുടയന്നൂർ ബാങ്കിൽ നിക്ഷേപിക്കാൻ കൊണ്ടുവന്ന പണം. ആ പണം കൊണ്ടുവരുമ്പോൾ അവിടെ പ്രസിഡന്റ് ഉണ്ട്. പ്രസിഡന്റ് സഖാവ് JC ആണ്. അപ്പൊ JC അവരെ ക്യാബിനിലേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ? അത് എൻ്റെ മകളെ കല്യാണം കഴിഞ്ഞു, അവള് മറ്റൊരു സ്ഥലത്തേക്ക് ജോലിക്ക് പോകുന്നു. അപ്പൊ അതുകൊണ്ട് ആ ഉരുപ്പടി ഉൾപ്പെടെ വീട്ടിലുണ്ടായിരുന്ന ഉരുപ്പടി ഉൾപ്പെടെ വിറ്റാണ് ഈ 38 ലക്ഷം രൂപ. കാരണം ഇനി ഇളയൊരു പെൺകുട്ടിയുണ്ട്, അതിനെ കെട്ടിക്കുകയും കൂടെ വേണം. അപ്പൊ ഒരുപാട് പ്രതീക്ഷയോടാണ് ആ കാശുമായി അവിടെ ചെല്ലുന്നത്. അപ്പൊ പറഞ്ഞത്, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവിടെ ഇട്ടാൽ 7 പലിശ, 7.5% പലിശ കിട്ടും. എന്നാൽ എൻ്റെ നേതൃത്വത്തിൽ ഒരു സ്വാശ്രയ സംഘം, സന്മാർഗദായനി വായനശാലയുടെ കീഴിൽ ഒരു സ്വാശ്രയ സംഘം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ ഈ കാശ് കൊണ്ടിട്ടാൽ നിങ്ങൾക്ക് ഏതാണ്ട് 13% പലിശ കിട്ടും. ഇപ്പൊ നല്ലൊരു എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ വരും. അവരാലോചിച്ചു, പറയുന്നത് വേറെ ആരുമല്ലല്ലോ, നമ്മുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളല്ലേ, വിശ്വസനീയമായ ആളല്ലേ. കൂട്ടിക്കൊണ്ടുപോയി അവിടെ 38 ലക്ഷവും ഇട്ട് 5 or 6 റെസിപ്റ്റുകളായി ആ കാശ് ഡിപ്പോസിറ്റിന്റെ റെസിപ്റ്റ് ഉൾപ്പെടെ അവരെ ഏൽപ്പിച്ചു. അവര് വരുന്ന കഴിഞ്ഞ ഓരോ മാസവും ഇതിന്റെ പലിശ കിട്ടും എന്ന് പറഞ്ഞ് കാത്തിരുന്നു. 1 രൂപ പോലും സഖാക്കളെ അവിടെ നിന്ന് കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഈ പ്രിയപ്പെട്ട സഹോദരി ക്യാൻസർ പിടിച്ച് അമൃത ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞു, എനിക്കിപ്പം മൊത്തം കാശും തന്നില്ലെങ്കിൽ ഒരു 5 ലക്ഷം രൂപ എൻ്റെ ചികിത്സാ ചെലവിന് നിങ്ങൾ എത്തിക്കൂ എന്ന് പറഞ്ഞു. ആ 5 ലക്ഷം രൂപ പോയിട്ട് 5 പൈസയും കൊടുത്തില്ല എന്ന് മാത്രമല്ല, അവർക്ക് തുടർ ചികിത്സ കിട്ടാതെ ആ ആശുപത്രിയിൽ കിടന്നവർ മരിച്ചു. മരിക്കുന്ന അതേ ദിവസം രാവിലെ വിളിച്ചുകൂടെ പറഞ്ഞു, മരിച്ചു കിടന്നപ്പോൾ പറഞ്ഞു, ഈ കാശ് ഇവിടെ കൊടുത്ത് ബോഡി ഇറക്കാൻ നിവൃത്തിയില്ല, അതിനെങ്കിലും പൈസ തരൂ എന്ന് പറഞ്ഞിട്ട് ഒരണാ പൈസ അവിടെ കൊടുത്തില്ല. അവരവസാനം ആരുടെയോ കഴുത്തിലെ മാല പൊട്ടിച്ച് വിറ്റ് അവരുടെ ബന്ധു, വളരെ അവിടെ കൂട്ടുനിന്ന ബന്ധുവിന്റെ മാലയും കണ്ടേ പണയം വെച്ചോ വിറ്റുമാണ് ആ കാശടച്ച് ആ മൃതദേഹം ഇറക്കി വീട്ടിൽ കൊണ്ടുവന്നത്. നിങ്ങൾ നോക്കൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ്. ആ മരണപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിശ്വസിച്ച ആ കുടുംബം ഒന്നടങ്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന സഖാവ് മധുവിന്റെ സഹോദരിയാണ്. കൊടുത്തില്ല. അവർ പരാതി കൊടുത്തു. ആ പരാതി സംസ്ഥാന സെക്രട്ടറി കൊടുത്താണ് സഖാവിന്റെ കയ്യിൽ വന്നത്. തുറന്നു നോക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത്, സഖാവെ, ഇന്നയാള് എന്റെ കയ്യിൽ നിന്ന് ഇത്ര ലക്ഷം രൂപ, 38 ലക്ഷം രൂപ സ്വാശ്രയ സംഘത്തിൽ നിക്ഷേപിച്ചു. ഇന്നേ വരെ ഒരു പൈസയും ഞാൻ വിശദീകരണത്തിന് പോവില്ല, തന്നിട്ടില്ല. സഖാവെ, ആ കാശ് വാങ്ങിത്തരണം. തന്നില്ല എങ്കിൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കടക്കൽ മണ്ഡലം കമ്മിറ്റി ഓഫീസിലോ കൊല്ലം ജില്ലയുടെ CPI ഓഫീസിലോ വന്ന് ഞങ്ങൾ ആത്മഹത്യ ചെയ്യും എന്ന് വളരെ അടിക്കൂറിപ്പോടെയാണത്. സെക്രട്ടറി പിറ്റേ ദിവസം JCLനെ വിളിച്ചു, അതുപോലെ അവരെയും വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ശരിയാ, കാശ് കൊടുത്തിട്ടുണ്ട്, കാശ് വാങ്ങിയിട്ടുണ്ട്. ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ല, ഒന്നും വാങ്ങിയിട്ടുമില്ല. അപ്പോ ജില്ലാ സെക്രട്ടറി ഇന്ന ദിവസം തീർത്തോളണം എന്ന് ഏതാണ്ട് ഒരു വല്ലാത്ത നിലയിൽ തന്നെ ആ സഖാവ് വളരെ ശക്തമായി പറഞ്ഞു, കാശ് കൊടുത്തിരിക്കണം, ഇത് പാവപ്പെട്ട സഖാക്കളുടെ കാശാണ്, വിയർപ്പ് ഒരുപാട് ചിന്തിയ കാശാണ്, ആ കാശ് കൊടുക്കണമെന്ന് പറയും. പക്ഷെ ആ ഡേറ്റിലും കൊടുത്തില്ല, ഈ നിമിഷം വരെയും ആദ്യം 1 പൈസ പോലും കൊടുത്തിട്ടില്ല. തൊട്ടുപിറ്റേ ദിവസം വീണ്ടും വരികയാണ് പരാതികൾ. ഈ വരുന്ന പരാതിയെല്ലാം കമ്മീഷന്റെ കയ്യിൽ കൊടുക്കുക. CPIMന്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി ഷാജഹാന്റെ കയ്യിൽ നിന്ന് 7 ലക്ഷം രൂപയുടെ പരാതിയാണ്. അതും ഇതുപോലാണ്. കടക്കൽ ഓഫീസിൽ വന്ന് ആത്മഹത്യ എന്ന് പറഞ്ഞ ജില്ലാ സെക്രട്ടറിക്ക് പരാതി കൊടുത്തു.
അപ്പൊ അത് അദ്ദേഹം വിളിച്ചു പറഞ്ഞ സമയത്തേണ്ട് 1-2 മാസം കഴിഞ്ഞ് ആ CPIM-ന്റെ ആളായോണ്ട് എന്തായാലും കൊടുത്തു, ഇല്ലേ അടി കിട്ടുമെന്ന് അറിയാം, എന്തായാലും അത് കൊടുത്തു. പിന്നെ ഓരോ ദിവസം കഴിയും തോറും പ്രളയമായിരുന്നു. ഈ സ്വാശ്രയ സംഘത്തിൽ നിക്ഷേപിച്ച ആളുകൾ ഓരോ ദിവസവും നിരവധിയായ പരാതികൾ ഈ ഓഫീസിൽ കൊടുത്തു. അവസാനം പരിശോധിക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ ഈ അത്തച്ചിട്ടിയുമായി ബന്ധപ്പെട്ട് 90,000 രൂപ, 1 ലക്ഷം രൂപ, 1.5 ലക്ഷം രൂപ, അങ്ങനെ ഒരുപാട് പേരുകൾ അവിടെ നിക്ഷേപിച്ച കാശുകൾ അവിടെ കിട്ടുന്നില്ല, അവർക്ക് കൊടുക്കാനില്ല. ഇവരെല്ലാം കൂടി പലരും അവിടെ ചെന്നപ്പോൾ ഇപ്പോൾ അത് പൂട്ടി. ആ സ്വാശ്രയ സംഘം സന്മാർഗദായിനിയുമായി ബന്ധപ്പെട്ട് അവിടെ പ്രവർത്തിക്കുന്ന ആ സംഘം പൂട്ടി. ഇപ്പോഴും ആളുകൾക്ക് കോടിക്കണക്കിന് രൂപ കൊടുക്കാനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യം കൊടുത്ത ഒരു പരാതി CPIM-ന്റെ ജില്ലാ സെക്രട്ടറി കൊടുത്തതും പരിശോധിക്കുമ്പോൾ തൊടയന്നൂർ ബാങ്കിൽ നിന്ന് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലൂടെ 5,68 ലക്ഷം രൂപ പാസ് ചെയ്ത് പോയിരിക്കുക. അപ്പൊ ഇതെല്ലാം ഓരോന്നോരോന്നായി കമ്മീഷൻ ഇവിടെ വന്നുൾപ്പെടെ പരാതി പരിശോധിച്ച് മൊഴിയെടുത്ത് അവസാനം അത് റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് പരിശോധിച്ചപ്പോൾ സഖാവ് മുച്ചൂടും അഴിമതിയുടെ ഒരു വലിയ മല എന്ന നിലയിൽ തന്നെ പറയാം ബോധ്യപ്പെട്ടു. ആ സഖാവിനെ നടപടിയെടുക്കണമെന്ന് തീരുമാനിച്ചു. DC എക്സിക്യൂട്ടീവും DC-യും തീരുമാനിച്ചു. അങ്ങനെയാണ് ആ സഖാവിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പിലേക്ക് താഴ്ത്തിയത്. ആ മെമ്പർഷിപ്പിലേക്ക് താഴ്ത്തുമ്പോഴും ആ സഖാവിനെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നുള്ള ആഗ്രഹം ആർക്കുമില്ല. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളെപ്പോലുള്ള സഖാക്കൾ, നിങ്ങൾ വിയർപ്പൊഴുക്കിയ കാശ് ഒരാൾ അപഹരിക്കുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല. അങ്ങനാണ് ഈ നടപടിയെടുക്കുകയും ആ സമയത്ത് ഇവിടെ പത്രസമ്മേളനം നടത്തുന്നു, ഇവിടെ പാർലായി കമ്മിറ്റി കൂടുന്നു. അപ്പൊ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരിക്കലും ഇനി എന്തെല്ലാം നഷ്ടം വന്നാലും ഇതുപോലൊരു സഖാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പിൽ വേണ്ട എന്ന് പറഞ്ഞ് മെമ്പർഷിപ്പിൽ നിന്ന് പുറത്താക്കുന്നത്. നിങ്ങളെല്ലാവരും ചിന്തിച്ചു നോക്കുക. ഈ നടപടിയാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കുറച്ചുപേരെയും കൊണ്ട് ഇപ്പോൾ മറ്റൊരു പാർട്ടിയിലേക്ക് പോയി അല്ലെങ്കിൽ പോകുന്നു എന്ന് പറഞ്ഞു. അതൊരു പുത്തരിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു 12 വർഷത്തിന് മുമ്പ് ഇതുപോലെ കുറച്ച് ആളുകളെയും കൂട്ടി ഏതാണ്ട് 10 വർഷത്തോളം കോൺഗ്രസിൽ പോയി നിന്ന് പ്രവർത്തിച്ചു. എല്ലാവർക്കും അറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പുള്ള പല സഖാക്കൾക്കും അറിയാം. അദ്ദേഹം കോൺഗ്രസ്സുകാരനായി കൂടെയുള്ളവരെയും കൂടെ കൊണ്ടുപോയി അതിന്റെ 10 വർഷക്കാലം കോൺഗ്രസിൽ പ്രവർത്തിച്ചു. അതിനുശേഷം വീണ്ടും പാർട്ടിക്ക് ഒരു അപേക്ഷ എഴുതി, ഞാൻ എല്ലാ തെറ്റുകളും മാപ്പ് ചോദിക്കുന്നു, എനിക്ക് മെമ്പർഷിപ്പ് തരണം എന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് മെമ്പർഷിപ്പിലേക്ക് വന്നയാളാണ്. ഒരിക്കൽ ഈ പാർട്ടിയിൽ നിന്ന് പായും തലേണയും മടക്കി കോൺഗ്രസിന്റെ കൂടാരത്തിൽ ചെന്ന് കിടന്ന് ഏതാണ്ട് 8-9 വർഷത്തോളം കിടന്നുറങ്ങിയയാളാണ്. കോൺഗ്രസ്സുകാരനായി പിന്നെയാണ് ഈ പാർട്ടിയിൽ വന്നത്. ഈ പാർട്ടിയിൽ വന്നിട്ടാണ് അദ്ദേഹം വീണ്ടും ഇവിടുന്ന് പായും തലേണയും മടക്കി കുറച്ച് സഖാക്കളെയും കൂട്ടി മറ്റൊരു പാർട്ടിയുടെ വരാന്തയിൽ ചെന്ന് ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും ഇത് കമ്മ്യൂണിസ്റ്റുകാരന് ഭൂഷണമാണോ എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ഓർമ്മിക്കുക. ഇവിടെ കടയ്ക്കക്കാർക്കറിയാവുന്ന ഒരു കഥയുണ്ട്, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയുണ്ട്. ഒരു വീട്ടിലെ മുഴുവൻ സമ്പത്ത് നശിപ്പിച്ചു. അവസാനം അച്ഛന്റെയും അമ്മയുടെയും വസ്തു ബാങ്കിൽ പണയപ്പെടുത്തി, അതും വാങ്ങി. സഹോദരങ്ങളുടെ പണയപ്പെടുത്തി, അതും വാങ്ങി. അവസാനം നടന്ന് കടയിൽ നിന്നും കമ്പോളത്തു നിന്നും നാട്ടുകാരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങി. അങ്ങനെ കടത്തോട് കടമായപ്പോൾ വീട്ടിലേക്ക് ആളുകൾ ഇരച്ചു കയറി. അത് നിങ്ങൾക്കറിയാവുന്നയാളാണ്. ഇരച്ചു കയറി. അപ്പൊ അവരോട് പറഞ്ഞു, ഞാൻ അടുത്ത മാസം 15-ാം തീയതി മുഴുവൻ പേരുടെയും പൈസ തരാം. എന്റെ നോക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയുണ്ട്. അവസാനം അന്ന് രാത്രി അയാൾ തീരുമാനിച്ചു, ഇനി എനിക്ക് രക്ഷയില്ല, ആത്മഹത്യയല്ലാതെ മറ്റൊരു വഴിയുമില്ല. കാരണം ഈ പൈസയെല്ലാം അറുമാദിക്കപ്പെടുകയാണ് അയാൾ ചെയ്തത്. രക്ഷയില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ആ ആത്മഹത്യ ചെയ്ത് അദ്ദേഹം പിറ്റേ ദിവസം പോലീസ് വന്ന് നോക്കുമ്പോൾ ഒരു ആത്മഹത്യാക്കുറിപ്പുണ്ട്. ആ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ വിശുദ്ധനാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്തവരൊക്കെ ഇവരാണ് എന്ന് പറഞ്ഞ് പേരെഴുതി ഒരു കത്തവിടെ കൊടുത്തിരിക്കുക, ആത്മഹത്യാക്കുറിപ്പ്. അതിലെഴുതിയിരിക്കുന്നതിന്റെ ഞാനൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഇതിന് കാരണക്കാരായ 1-ാം പ്രതി പെറ്റു വളർത്തിയ സ്വന്തം തള്ള, പാല് കൊടുത്ത് ഭക്ഷണം കൊടുത്ത് വളർത്തിയ തള്ള,
രണ്ടാം പ്രതി അദ്ദേഹത്തിന്റെ ജന്മത്തിന് കാരണക്കാരനായ അദ്ദേഹത്തെ വളർത്തിയെടുത്ത അച്ഛൻ, മൂന്നാം പ്രതി അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ. എന്നിട്ട് അത് നല്ലപോലെ മടക്കി ഒരു വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് ഒരു കത്ത്, വീട്ടിലൊക്കെ കല്യാണം വിളിക്കാൻ വരുമ്പോൾ 2 കത്ത് വരും. ഒരു കത്ത് അതിന്റെ ചെറിയ മുകളിലൊരു ചെറിയ കത്ത്, നല്ല തുഞ്ചലമിട്ട് ഒരു കത്തൂടെ വെച്ചേക്കും. ആ കത്ത് പോലെ ഇത് ഒരു സ്വർണ്ണക്കടലാസിൽ പൊതിഞ്ഞിട്ട് സ്വർണ്ണ നൂലിൽ തൂക്കി വീട്ടിൽ സ്വന്തം അമ്മുമ്മ മരിച്ചപ്പോൾ വെട്ടിയ ഒരു പുളി ഉണ്ടായിരുന്നു. ആ പുളിമുട്ടം ചെത്തി ചീവി ഒരു ആപ്പാക്കി സ്വന്തം ആസനത്തിൽ അടിച്ചിട്ട് അതിന്റെ തുഞ്ചത്തിൽ ഇത് കെട്ടിവെച്ചു. കെട്ടി പോസ്റ്റ്മോർട്ടം നടത്താൻ നോക്കുമ്പോഴാണ് ഈ തൊങ്കലത്തോടുകൂടി ആത്മഹത്യാക്കുറിപ്പ് കാണുന്നത്. അതിലാണ് അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും പേര് വെച്ചത്. നിങ്ങൾക്ക് അറിയാമല്ലോ ആള് ആരാ? അദ്ദേഹത്തിന്റെ പേര് പിൽക്കാലത്ത് അറിയപ്പെട്ടത് ഊരുമുടുപ്പൻ ചെട്ടിയാരെന്നാണ്. അതുപോലൊരു ചെട്ടിയാര പണിയാണ് ഇപ്പോ നമ്മുടെ മുമ്പിൽ. കടം മേടിക്കാവുന്നിടത്തെല്ലാം കടം മേടിച്ചു. പലതരത്തിൽ നമ്മളെ ചീത്തയാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശ്വാസം മുട്ടിച്ചു. കോടിക്കണക്കിന് രൂപ എവിടെയാണ് ഈ കാശ് കൊണ്ടുവച്ചത്? ആരുടെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത്? 1-2 രൂപയല്ല, അതെല്ലാം ഈ എല്ലാ പാർട്ടിക്കാർക്കും അറിയാം. തൊടയന്നൂരത്തെ എല്ലാ ആളുകൾക്കും അതറിയാം. നിരവധിയായ കടക്കാരുടെ ബാധ്യതയിലാണ് ആ സഖാബ് ഇന്ന് ജീവിക്കുന്നത്. അതുപോലെ പോകുമ്പോ ഇതിനെല്ലാം ഞാൻ വിശുദ്ധനാണ്, ഇതിനെല്ലാം കാരണക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ചില ആളുകളാണ്. അതിൽ എൻ്റെ പേരുണ്ട്, സാബിന്റെ പേരുണ്ട്, അതുപോലെ ജലസഖാവിന്റെ പേരുണ്ട്, നൗഷാദിന്റെ പേരിലെല്ലാം ഇവരൊക്കെയാണ് ഇതിന്റെ കാരണക്കാരൻ. അല്ല, ഞാൻ വിശുദ്ധനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ ഒരാളെ ഒരുപക്ഷെ ജീവിതത്തിൽ നമ്മളാരും കണ്ടിട്ടില്ല. ഇത്രത്തോളം പച്ച കള്ളം പറയാൻ, ഇതുപോലെ അഴിമതി നടത്താൻ, ഇതുപോലെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ഇതുപോലെ സഖാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരുപക്ഷെ ജനിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ നോക്കൂ, എത്ര അഹങ്കാരത്തോടെയാണ് ഇതെല്ലാം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇന്നലെ വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചോറും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭക്ഷണവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വസ്ത്രവും അതിൽ നിന്നുണ്ടായത് കൊണ്ടാണ് നിങ്ങളൊക്കെ നിങ്ങളായത്. സാധാരണ ആളുകൾക്കും നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് നിങ്ങളോട് ചോദിക്കണമെന്ന്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജോലി നിങ്ങൾക്കെല്ലാം തന്നു, നിങ്ങളത് ഭക്ഷണം കഴിച്ചു, നിങ്ങൾ വീട് വെച്ചു, നിങ്ങൾ വസ്ത്രം ധരിച്ചു, നിങ്ങളെ കുട്ടികളെ പഠിപ്പിച്ചു. നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുക, നിങ്ങൾ എന്നീ നിൽക്കുന്നതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചോറാണ്, നിങ്ങളുടെ ശരീരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചോറാണ് എന്ന് മറക്കാതിരിക്കുക പ്രിയപ്പെട്ട സഖാക്കളെ. ഇത് നിങ്ങളെ പലരെയും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇത്തരം കാര്യങ്ങൾ നിങ്ങളോട് സൂചിപ്പിക്കേണ്ടി വന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. ഇപ്പൊ തന്നെ സമയം അല്പം ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഒരു അവസാനം നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കടക്കലിന്റെ മണ്ണിൽ, കടക്കൽ മണ്ഡലത്തിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിയില്ല. ഇത്തരം കള്ള നാണയങ്ങൾ പുറത്തു പോയതൊഴിച്ചാൽ ഇവിടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ഒരുപാട് പേര് ജീവൻ കൊടുത്തും ഒരുപാട് പേര് രക്തമൊഴുക്കിയും നേടിയ സ്വാതന്ത്ര്യത്തിന്റെ മണ്ണാണ് ഈ കടക്കൽ മണ്ണ്. ആ കടക്കൽ മണ്ണിൽ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നെഞ്ചേറ്റാൻ, അതിന് നേതൃത്വം കൊടുക്കാൻ നൂറുകണക്കായ ഉശിരൻ ചെറുപ്പക്കാർ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട്. അവരെ തള്ളിക്കൊണ്ട് ആർക്കും മുമ്പോട്ട് പോകാൻ കഴിയില്ല. അവരിതിന്റെ നേതൃത്വം ഏറ്റെടുത്തതിന്റെ പ്രവർത്തനത്തിലേക്ക് വന്നിട്ടുണ്ട്. പ്രിയ സഖാക്കളെ, കൂടുതൽ ഊർജത്തോടെ, കൂടുതൽ ശക്തിയോടെ, കൂടുതൽ ശേഷിയോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കടക്കൽ മണ്ഡലത്തിൽ മുമ്പോട്ട് പോകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സഖാവ് ആർ ലതാദേവിയാണ്. അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു സാറാണ്. ആ സഖാവിനെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. ആ സഖാവിനെ വളരെ സ്നേഹപൂർവ്വം, വളരെ ബഹുമാനത്തോടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഇവിടെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സഖാവ് ജെ ചിഞ്ചുറാണി ഈ യോഗത്തിലെത്തിയിട്ടുണ്ട്. അവരെയും വളരെ ബഹുമാനപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം നമ്മുടെ മുൻ മന്ത്രി സഖാവ് മുല്ലക്കര രത്നാകരൻ വേദിയിലുണ്ട്. ആ സഖാവിനെയും വളരെ ബഹുമാനത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് പി എസ് സുവാൽ, നിങ്ങൾക്കറിയാം, വളരെ ശക്തമായി ഈ മണ്ഡലത്തിൽ നേതൃത്വം കൊടുത്തുകൊണ്ട്, ഈ ജില്ലയിൽ നേതൃത്വം കൊടുത്തുകൊണ്ട്
വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന സഖാവ് PS സുബാലിനെ വളരെ ബഹുമാനത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് സാം കെ ഡാനിയൽ, അദ്ദേഹത്തെയും വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായിട്ടുള്ള നിരവധി സഖാക്കൾ ഇവിടെ ഉണ്ട്. സഖാവ് മന്മഥൻ നായരെ വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സഖാവ് സജിലാൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ നിരവധി സഖാക്കളുണ്ട്. ജഗദമ്മ ടീച്ചറുണ്ട്. അതുപോലെ സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് വേണുഗോപാലുണ്ട്. അതുപോലെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സഖാവ് അജയ് പ്രസാദ് ഉണ്ട്. നമ്മുടെ പാർട്ടിയുടെ തന്നെ ഇവിടുത്തെ ജില്ലാ കൗൺസിൽ അംഗങ്ങളായ സഖാവ് നൌഷാദ്, സഖാവ് മടത്രയാനിൽ, അതുപോലെ കുമ്മിൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഖാവ് കൃഷ്ണപിള്ള, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സഖാവ് S അഷ്റഫ് അടക്കം നിരവധിയായ സഖാക്കൾ നമ്മുടെ വേദിയിലുണ്ട്. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ സഖാക്കളെയും നമ്മോടൊപ്പം ചില ദിവസങ്ങളിൽ നിരവധി ദിവസങ്ങളായി ഇവിടെ തന്നെ ഉണ്ട്. ആ സഖാക്കളെ വളരെ സ്നേഹത്തോടെ വളരെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ എനിക്ക് സ്വാഗതം പറയേണ്ടത് നിങ്ങളോടാണ്. ഇവിടെ നമ്മൾ ജില്ലയിൽ നിന്ന് ഒട്ടാകെ സഖാക്കളെ കൊണ്ടുവന്ന് ഈ സംഗമം നടത്തണം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ട, ഞങ്ങളെല്ലാം പറഞ്ഞു അത് വേണ്ട. കടയ്ക്കൽ മണ്ഡലത്തിലെ സഖാക്കളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് ഈ സമ്മേളനം നടത്തിയാൽ മതി, ഈ ജന്മശതാബ്ദി സംഗമം നടത്തിയാൽ മതി. അങ്ങനെ തീരുമാനമെടുത്താണ് ഇവിടെ ഇത്തരത്തിൽ മാത്രം. എന്നാലും ആയിരക്കണക്കായ സഖാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ സഖാക്കളെ മുഴുവൻ നിങ്ങളെ ഓരോരുത്തരെയും വളരെ ബഹുമാനത്തോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗമുണ്ട്, അസിസ്റ്റന്റ് സെക്രട്ടറി ഉണ്ട്, മണ്ഡലം കമ്മിറ്റി മെമ്പർമാരുണ്ട്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരുണ്ട്, നിരവധിയായ LC മെമ്പർമാർ, ബ്രാഞ്ച് സെക്രട്ടറിമാർ, വന്നെത്തിയിട്ടുള്ള മുഴുവൻ പാർട്ടി മെമ്പർമാർ, അഭ്യുതകാംക്ഷികൾ മുഴുവൻ പേർ ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ലാൽ സലാം. ഈ യോഗത്തിൽ ഉദ്ഘാടകനായി എത്തിയിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് K പ്രകാശ് ബാബു, ഈ സംഗമത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട MLA-യും സംസ്ഥാന മന്ത്രിയുമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് സഖാവ് J ചിഞ്ചുറാണി, നമ്മോടൊപ്പം ഈ സംഗമത്തിൽ സംബന്ധിക്കുന്ന ആദരണീയനായ മുൻ മന്ത്രിയും പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ സഖാവ് മുല്ലക്കര രത്നാകരൻ, ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളരെ കരുത്തോടുകൂടി നയിച്ച് മുന്നോട്ട് പോകുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് PS സുബാൽ MLA, പ്രിയങ്കരനായ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി, ഏവർക്കും പ്രിയങ്കരനായ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സഖാവ് അഡ്വക്കേറ്റ് സാം കെ ഡാനിയൽ, എത്രയും സ്നേഹം നിറഞ്ഞ നമ്മുടെ നേതാവ് സഖാവ് S അഷറഫ്, പാർട്ടിയുടെ ജില്ലാ കൗൺസിൽ അംഗമായിട്ടുള്ള സഖാവ് നൌഷാദ്, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനും സംഘാടക സമിതിയുടെ കൺവീനറും കൂടിയായിട്ടുള്ള സഖാവ് S ബുഹാരി, AIYF-ന്റെ പ്രിയങ്കരനായ ജില്ലാ സെക്രട്ടറി സഖാവ് TS നിതീഷ്, ചിതറ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് സഖാവ് മടത്തറ അനിൽ, കുമ്മിൾ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് സഖാവ് K കൃഷ്ണപിള്ള, CPI കടയ്ക്കൽ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി സഖാവ് KB ശബരിനാഥ്,
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജന്മശതാബ്ദിയുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് കടക്കൽ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ സംഗമത്തിലേക്ക് ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് നമുക്ക് ആവേശ സാന്നിധ്യമായി മാറിയ സഖാവ് KR ചന്ദ്രമോഹനൻ XMLA, ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളായ സഖാവ് മന്മഥൻ നായർ, സഖാവ് സജിലാൽ, സഖാവ് ജഗദമ്മ ടീച്ചർ, സഖാവ് അജയപ്രസാദ്, സഖാവ് വേണുഗോപാൽ, സഖാവ് അഷ്റഫിന്റെ പേര് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. മുതിർന്ന പാർട്ടി നേതാക്കളായിട്ടുള്ള സഖാവ് M ബാലകൃഷ്ണപിള്ള, പ്രിയങ്കരനായ കുഞ്ഞികൃഷ്ണപിള്ള, സഖാവ് സുകുമാരൻ നായർ, പാർട്ടി ആശയങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സഖാവ് സായിദാസ്, ദീർഘനാൾ കടക്കൽ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ആവേശം പകർന്ന് നൽകിയ സഖാവ് ഷൺമുഖൻ സാറ്, പ്രിയമുള്ള മാധ്യമ പ്രവർത്തകരെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരനായ കൺവീനർ, ദീർഘനാൾ ഈ മണ്ഡലത്തിലെ പാർട്ടിയെ നയിച്ച സഖാവ് അഡ്വക്കേറ്റ് R ഗോപാലകൃഷ്ണപിള്ള, ഇനിയും പ്രമുഖരായിട്ടുള്ള ഗണ്യമായ സംഭാവന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് ഈ മേഖലയിൽ നൽകിയിട്ടുള്ള നേതാക്കൾ എനിക്കിവിടെ നിന്ന് നോക്കിയിട്ട് കാണാൻ കഴിയാത്തത് കൊണ്ടാണ് പേരെടുത്ത് പറയുവാൻ സാധിക്കാത്തത്. അവർ പാർട്ടിയെ സ്നേഹിക്കുന്ന കടക്കൽ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയങ്കരരായ പാർട്ടി സഖാക്കളെ, എത്രയും സ്നേഹം നിറഞ്ഞ കടക്കൽ നിവാസികളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, അഭിമാനകരമായിട്ടുള്ള ജന്മശതാബ്ദി വർഷത്തിലേക്ക് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കടന്നിരിക്കുകയാണ്. 100ാം വാർഷിക സമ്മേളനത്തിന്റെ സമാപനം ഖമ്മത്ത് വെച്ച് ലോക ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ നടത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളുമായിട്ടാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. ഈ പ്രസ്ഥാനത്തെക്കുറിച്ച്, അതിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച്, മഹത്തായ ചരിത്രത്തെക്കുറിച്ച്, അതുയർത്തിയ ധാർമ്മിക മൂല്യങ്ങളെ സംബന്ധിച്ച്, രാഷ്ട്രീയ മൂല്യങ്ങളെ സംബന്ധിച്ച്, അതിൻ്റെ തനതായിട്ടുള്ള സംഘടനാ രീതിയെ സംബന്ധിച്ച് ഒക്കെ തന്നെ നമ്മുടെ പ്രമുഖനായിട്ടുള്ള നേതാവ് സഖാവ് K പ്രകാശ് ബാബു ഇവിടെ പ്രതിപാദിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അധ്യക്ഷ പ്രസംഗം നടത്തുന്ന അവസരത്തിൽ കടന്നു പോകുവാൻ തുനിയുന്നില്ല. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലഘട്ടത്തിലായിരുന്നാലും സ്വാതന്ത്ര്യ അനന്തര കാലഘട്ടത്തിലായിരുന്നാലും പുന്നപ്രായിൽ, വയലാറിൽ, കയ്യൂരിൽ, കരിവള്ളൂരിൽ, ആമ്പല്ലൂരിൽ, മുനേൻകുന്നിൽ, ശൂരനാടിൽ, തെലുങ്കാനയിൽ, തേഭാഗയിൽ,
ചിറ്റഗോങ് മലമടക്കുകളിൽ ആനുകാലിക ഇന്ത്യയിൽ നാരായൺപൂരിൽ അടക്കം ചെങ്കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തിനു വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ തയ്യാറെന്ന് പ്രഖ്യാപിച്ച പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് വരുന്ന രക്തസാക്ഷികളുടെ ധീരമായിട്ടുള്ള സ്മരണയ്ക്ക് മുന്നിൽ ഈ അവസരത്തിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. സഖാക്കളെ, ഇവിടെ സഖാവ് എസ് ബുഹാരി ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. ചേട്ടാ, 100 വർഷം പിന്നിടുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാമ്രാജ്യത്വത്തിന്റെ മുന്നിൽ തലകുനിക്കാത്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ജന്മിത്തത്തിനെയും നാടുവാഴിത്തത്തിനെയും അതിന്റെ വേരുകളടക്കം പിഴുതെറിഞ്ഞ പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തെ വെല്ലുവിളിക്കുവാൻ ചില ആളുകൾ ഈ മണ്ഡലത്തിൽ ഇറങ്ങി പുറപ്പെട്ട അവസരത്തിൽ വ്യക്തിയല്ല പ്രസ്ഥാനം എന്നുള്ളത് വെളിവാക്കിക്കൊണ്ട് ചുരുങ്ങിയ ദിവസങ്ങൾക്കകം തന്നെ സംഘടിപ്പിച്ച ഈ മഹായോഗത്തിലേക്ക് ഒഴുകിയെത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കളെ എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ ഊഷ്മളമായി അഭിവാദ്യം ചെയ്യുന്നു. സഖാക്കളെ, വിപ്ലവ അഭിവാദ്യങ്ങൾ. കൂടുതലായിട്ടൊന്നും തന്നെ ഈ യോഗത്തിൽ സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ പോലും ഇവിടെ ഇന്ന് വന്ന് എത്തിയിരിക്കുന്ന സഖാക്കൾ ഇവിടെ എത്തുന്നതിന് മുമ്പായിട്ട് അനുഭവിച്ച മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ, പിരിമുറുക്കങ്ങൾ, കൂടെ നിന്നവൻ തന്നെ കുതികാൽ വെട്ടുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന അവസരത്തിലുണ്ടായ മാനസികമായിട്ടുള്ള വേദന, സഖാക്കളെ, ഇതെല്ലാം ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്ത് തെറ്റാണ് ഈ പാർട്ടി ഇപ്പോൾ പാർട്ടിയെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് നടക്കുന്ന മുൻ പാർട്ടി സഖാക്കൾക്ക് എതിരായി ചെയ്തത്? എന്ത് തെറ്റാണ് ഈ പാർട്ടി ചെയ്തത്? അവരെ ശരിയായ വഴിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തിരുത്തൽ നടപടി സ്വീകരിച്ചത് തെറ്റാണോ സഖാക്കളെ? കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗത്വത്തിലുള്ള ഒരു സഖാവ് ചെയ്യുന്ന അവസരത്തിൽ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പരാതികളുടെ പ്രളയമുണ്ടാകുന്ന അവസരത്തിലും കണ്ടില്ല എന്ന് നടിച്ചു മുന്നോട്ടു പോകുവാൻ കഴിയുമോ സഖാക്കളെ? നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട കാര്യമല്ലേ? ഇവിടെ ഉദ്ഘാടകൻ അടക്കമുള്ള, മന്ത്രി അടക്കമുള്ള നേതാക്കൾ ഇരിക്കുന്നത് കൊണ്ട് വിശദാംശങ്ങളിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടപടിയെടുത്ത അതിന്റെ മുൻ മണ്ഡലം സെക്രട്ടറിക്ക് എതിരായിട്ട് ഉള്ള രേഖാമൂലമായിട്ടുള്ള പരാതി തെളിവുകൾ സഹിതം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്ക് കൈമാറിയത് ആരാണ്? ഈ പാർട്ടിയെയും അതിലുള്ള സഖാക്കളെയും സ്നേഹിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായിട്ടുള്ള CPM-ന്റെ ജില്ലാ സെക്രട്ടറി സഖാവ് എസ് സുദേവനായിരുന്നില്ലേ? അദ്ദേഹം ഉദ്ദേശശുദ്ധിയോടുകൂടി ചെയ്ത ഒരു കാര്യമാണ്. നിങ്ങളുടെ പാർട്ടിയിലെ ഒരാൾ ഇതാ
ഒരു സഹകരണ സ്ഥാപനത്തിന്റെ അധിപനായി ഇരുന്നു കൊണ്ട് ആ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ചെയ്തുകൂടാത്ത തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളത് തിരുത്തൂ എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് PS സുബാലിനോട് അങ്ങനെ തിരുത്തിക്കൊണ്ട് സഹകരണ മേഖലയെ സംരക്ഷിക്കൂ എന്നാവശ്യപ്പെട്ടത് സഖാവ് കൊല്ലായിൽ സുദേവനാണ്. അപ്പൊ ഇപ്പൊ കഴിഞ്ഞ ദിവസം വലിയ ടൗൺ ഹാളില് അവിടെ ഗോപനൊക്കെ ഇരിക്കുക. ഗോപൻ ഇറങ്ങിയൂടെ? ഗോപ ടൗൺ ഹാളിൽ 300 കസേരയെ കൂടുതൽ ആർക്കെങ്കിലും ഇടാൻ പറ്റുമോ? 300 കസേരയെ കൂടുതൽ അതിൻ്റെ അകത്തിട്ടാൽ പിന്നെ ആരെങ്കിലും മടിയില് വേണം കസേര ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ഇവരടക്കം എഴുതുകയാണ് 700, 800, 900. ഇതെന്ത് കണക്കാണ്? എടാ, അതിനുമുമ്പ് 160 പേരെ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിമാരുടെ യോഗം അതേ ഹാളിൽ വെച്ച് ഞങ്ങൾ നടത്തിയപ്പോ 3/4 പങ്കും ആളുണ്ടായിരുന്നു. വാദത്തിന് വേണ്ടി ഞാൻ സമ്മതിക്കാം, അതിന്റെ ഇരട്ടി 300. അതിനപ്പുറം എങ്ങനെയാണ് മാധ്യമ സുഹൃത്തുക്കളെ ആ ടൗൺ ഹാളിനകത്ത് കസേര ഇടുന്ന? എല്ലാരും കസേരയിലായിരുന്നല്ലോ ഇരുന്നത്. എന്നിട്ട് കണ്ടില്ലേ, പ്രസംഗത്തോട് പ്രസംഗം കഴിഞ്ഞ് പരപാർട്ടി പ്രഖ്യാപനം നടത്തിയിട്ട് എന്തേ ഒരു നിമിഷം പോലും വൈകുന്നതിന് മുമ്പ് യോഗം പിരിച്ചുവിട്ടു? ഞങ്ങൾ അന്വേഷിച്ചു. ഞങ്ങൾ നോക്കിയ അവസരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗങ്ങൾ അടക്കമുള്ള ആളുകൾ ഇരിക്കുന്നു, 5-6 പേർ. സത്യം പറഞ്ഞ 10-20 പേർക്കകത്ത് പാർട്ടി അംഗത്വമുള്ള ആരെയും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാന്ന് പറയാം. ഒരു പ്ലസ് കൊടുക്കാം, 40. ഗോവനൊരാശ്വാസത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്ന ഈ 40ഒക്കെ. അല്ല, പാർട്ടി അംഗത്വമില്ലാത്ത ധാരാളം ആളുകൾ ആ ഹാളിനകത്ത് ഇരിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും ആ യോഗം തീരുന്ന അവസരത്തിൽ ഒറ്റ സെന്റൻസിൽ മറ്റൊരു പാർട്ടിയിൽ പ്രവേശിക്കുന്നതായി പ്രഖ്യാപിച്ചു. നന്ദി പോലും വേണ്ട തരത്തിൽ. ചേടാ, ഓരോ സ്ഥലത്തു നിന്നൊക്കെ ആളുകളെ വിളിച്ചോണ്ട് വന്ന് ഇരുത്തിയിട്ട് ഒരു നന്ദിയെങ്കിലും പറയണ്ടേ? ഒരു വാക്കല്ലേ പോകൂ. അതുപോലും കാണിക്കാതെ നന്ദികേട് കാണിച്ചുകൊണ്ട് ആളുകളെ അങ്ങനെ പിരിച്ചു വിട്ടത് എന്തുകൊണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ചിന്താശക്തിയുള്ള ആളുകൾ ആലോചിക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അതിൽ പല ആളുകളും അറിഞ്ഞിട്ടില്ല. തങ്ങളെ ഇങ്ങനെ ആട്ടിക്കൊണ്ട് മറ്റൊരു തൊഴുത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് അതിൽ പല ആളുകളും ഇന്ന് ഈ യോഗത്തിലടക്കം പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറയുവാൻ സാധിക്കും. ഒരു സ്നേഹം കൊണ്ട് ചില ആളുകൾ പോയി, ഒരടുപ്പം കൊണ്ട് ചില ആളുകൾ പോയി.
അപ്പൊ ഞാൻ പറഞ്ഞത്, അതിൽ പങ്കെടുത്ത മിക്കവാറും സഖാക്കൾ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ പൊതുയോഗത്തിൽ 100ാം വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ചില ആളുകൾക്ക് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നതിന് വേണ്ടി സ്വാഭാവികമായിട്ടും മനുഷ്യ സഹജമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. ആ ആളുകൾ ഇന്നല്ലെങ്കിൽ നാളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവരെ ആരെയും കണ്ടുകൊണ്ട് ആരും അരി അടുപ്പിൽ വെക്കേണ്ട കാര്യമില്ല. ആ പരിപ്പ് ഈ കടയ്ക്കൽ മണ്ഡലത്തിൽ CPIയിൽ വേവുകയില്ല എന്നുള്ളത് പ്രത്യേകിച്ച് ബന്ധപ്പെട്ടവരെ എല്ലാവരെയും ഈ വേളയിൽ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. സഹകളെ, ഈ പോയ ആളുകൾക്ക് ഞങ്ങൾ പുറത്താക്കി എന്ന് പറയുന്ന രാജി പ്രഖ്യാപിച്ച ക്രമവിരുദ്ധ പ്രവർത്തനം നടത്തിയ ആളുകൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു 2 വാക്ക് ഈ പാർട്ടി പറയാതെ പോകുന്നത് ശരിയായിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അവര് തന്നെ പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി, ഞാൻ 35 കൊല്ലക്കാലം ബാങ്കിന്റെ പ്രസിഡന്റായിരുന്നു. എന്താ, ഈ CPIയിൽ ഒരു 10 കൊല്ലം കഴിയുന്ന അവസരത്തിൽ പ്രസിഡന്റ് ആവാൻ യോഗ്യതയുള്ള വേറൊരു സഖാവും ഇല്ലായിരുന്നോ? അട്ടിപ്പേറ് വെച്ച് അനുഭവിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അധികമാർക്കും ചോദ്യം ചെയ്യുവാൻ സാധിക്കും എന്ന് തോന്നുന്നില്ല. പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക്, ഇട്ടിവ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എപ്പോഴൊക്കെ CPIക്ക് ആ സ്ഥാനം കിട്ടിയിട്ടുണ്ടോ അപ്പോഴെല്ലാം പാർട്ടി നിയോഗിച്ചതും ഇദ്ദേഹത്തെ തന്നെ ആയിരുന്നില്ലേ? തീർന്നോ? ഇന്നലെ വരെ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ പ്രസിഡന്റായിട്ട് CPIയെ പ്രതിനിധീകരിച്ച് പ്രവർത്തിച്ചത് JC അനിൽ തന്നെ ആയിരുന്നില്ലേ? എന്താ, ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൽ വേറൊരു CPIക്കാരനും ഉണ്ടായിരുന്നില്ലേ? CP ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ബോർഡിൽ, ട്രസ്റ്റ് ബോർഡിൽ അംഗമായിട്ട് ഇപ്പോഴും അദ്ദേഹം പ്രവർത്തിച്ചു വരികയല്ലേ? പിന്നെ ഏതൊക്കെ സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ ഇപ്പൊ സന്ദർഭവശാൽ മണ്ഡലം സെക്രട്ടറി ആയി എങ്കിൽ പോലും ഗവേഷണം നടത്തിയിട്ടും എനിക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല സ്ഥാനങ്ങളെ സംബന്ധിച്ച്. സത്യം പറഞ്ഞാൽ എനിക്കറിഞ്ഞൂടെ പല സ്ഥാനങ്ങളും. എന്തോ സംസ്ഥാന റിസ്ക് ഫണ്ട് ബോർഡ്, ഇങ്ങനെയൊക്കെ ബോർഡുകൾ ഉണ്ടെന്ന് തന്നെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ക്ഷീര കർഷകർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോർഡാണ്. വേറെ ആർക്കും അതിൽ അംഗമാകാനുള്ള യോഗ്യത ഈ പാർട്ടിയിലില്ലായിരുന്നോ? ഇപ്പോഴും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പ്രതിനിധി, അതും ആർക്കും കൊടുത്തില്ല. താലൂക്ക് ലാൻഡ് ബോർഡിൽ അവിടെയും CPIയുടെ പ്രതിനിധി. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത സേവനങ്ങൾ ഈ പാർട്ടിക്ക് ചെയ്തിട്ട് ഈ പാർട്ടിയുടെ തലയിൽ കയറിയിരുന്ന് കാഷ്ടിച്ചു പോയാൽ ഈ പാർട്ടിയും പാർട്ടിയെ സ്നേഹിക്കുന്ന പൊതുസമൂഹവും അത് അംഗീകരിക്കും എന്ന് കരുതുന്നു എന്നുണ്ടെങ്കിൽ താൻ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്നുള്ളത് ബന്ധപ്പെട്ടവരെ ഓർമ്മിപ്പിക്കുവാൻ ഞങ്ങൾ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. ചേടാ, ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ചില ആളുകളാണ് ഇതെല്ലാം ചെയ്യിച്ചതെന്നാ പറയുന്നത്. ഒന്ന് ഞാൻ, പ്രധാനപ്പെട്ട ഒരാൾ ഇതെല്ലാം ഈ കൃത്രിമത്തിന്റെ എല്ലാം പറയാൻ ഞാൻ ചോദിക്കുകയാണ് സഖാക്കളെ, ഈ 7,18,000 രൂപ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കൾ വീട് വീടാന്തരം കയറി ഇറങ്ങി നടന്ന് പിരിച്ച്
ഈ കടയ്ക്കൽ പാർട്ടി ഓഫീസിൽ കൊണ്ടുവന്ന് ഏറ്റുവാങ്ങിച്ച് പിറ്റേ ദിവസം സഖാവ് കാനം രാജേന്ദ്രൻ ജില്ലയിൽ വെച്ചത് ഏറ്റുവാങ്ങുന്ന അവസരത്തിൽ അനിലെ ഒരു വണ്ടിച്ചെക്ക് കൊണ്ടു കൊടുക്കണമെന്ന് അയാളൂടെ പറഞ്ഞത് ഞാനും ഈ സാം കെ ഡാനിയലും ബുഹാരിയും കൂടെയാണോ? ചേട്ടാ, ഈ നാട്ടിൽ നിലവിലുള്ള ലോൺ വ്യവസ്ഥകൾ, പണം കടം കൊടുക്കൽ വ്യവസ്ഥകൾ എല്ലാം ലംഘിച്ചുകൊണ്ട് 12.5% പലിശയ്ക്ക് ഒരു സ്വാശ്രയ സംഘത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഡെപ്പോസിറ്റ് സ്വീകരിച്ചുകൊണ്ട് ഡെപ്പോസിറ്റർമാരെ വഞ്ചിക്കുന്നതിന് ഞങ്ങളാണോ അദ്ദേഹത്തോട് പറഞ്ഞത്? ഞങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം അത് ചെയ്യുമോ? CPM-ന്റെ പെരുങ്ങാട്ട പ്രവർത്തകനായിട്ടുള്ള ഷാജഹാൻ ബാങ്കിൽ 2 ലക്ഷം രൂപ വായ്പ എടുക്കാൻ ചെല്ലുന്ന അവസരത്തിൽ ഷാജഹാൻ ഭയങ്കര ജമ്മിയ, 3 സെന്റും ഒരു വീടുമുണ്ട്. 2 ലക്ഷം രൂപ ലോൺ എടുക്കാൻ ചെല്ലുന്ന അവസരത്തിൽ ഷാജഹാനെ നിനക്ക് 4 തരാം, 2 എനിക്കും 2 നിനക്കും. കടവും കടത്തിന്റെ പുറത്ത് കടവുമായിട്ട് ഗതികെട്ട ഷാജഹാൻ CPM-ന്റെ ജില്ലാ സെക്രട്ടറി സഖാവ് കൊല്ലായിൽ സുദേവന് കത്തെഴുതി ആ കത്ത് CPI-യുടെ ജില്ലാ സെക്രട്ടറിക്ക് കൈമാറിയതിൽ എന്താണ് പറഞ്ഞിരുന്നത്? ദാ എനിക്ക് ഗതികെട്ടു, എന്റെ കൂടും കിടപ്പാടവും വീടും സർവ്വതും നഷ്ടപ്പെട്ടു, CPI-യുടെ ഓഫീസിൽ ഞാൻ തൂങ്ങാൻ വരികയാണ് കുടുംബസമേതം. എന്ത് ചെയ്യണം സഖാക്കളെ? ഞാനാണോ അത് ചെയ്യിച്ചത്? ഞാനൊരു പത്രസമ്മേളനം നടത്തി ഞങ്ങളുടെ പാർട്ടി അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയ നിഗമനങ്ങളെ കുറിച്ച് പരസ്യമായിട്ട് പത്രങ്ങളോടും ലോകത്തോടും പറഞ്ഞു. അതെനിക്ക് വ്യക്തിവിദ്വേഷമുള്ളത് കൊണ്ടല്ല, എന്നെ എന്റെ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിന്റെ ഭാഗം എന്നുള്ള നിലയ്ക്കാണ് എനിക്കത് ലോകത്തോട് പറയേണ്ടി വന്നത്. അപ്പോഴേക്കും പറയുകയാണ് എനിക്കെതിരായിട്ടും ആക്ഷേപങ്ങൾ. സന്തോഷം. അത് കോട്ട് ചെയ്തതാരെ, ഉദ്ധരിച്ചതാരെയാണ്? ഇത്തിക്കര പക്കിയും കായംകുളം കൊച്ചുണ്ണിയും കാണാൻ ഉണ്ടായിരുന്നെങ്കിൽ അവരെ ഉദ്ധരിച്ചേനെ. ഇവിടെ ഉദ്ധരിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഇതേ കാര്യത്തിന് ഇത്രത്തോളം അഴിമതി നടത്തിയോ എന്നുള്ള കാര്യത്തിൽ എനിക്കറിഞ്ഞുകൂടാ. പുറത്താക്കിയ, അഴിമതി നടത്തിയതിന് പുറത്താക്കിയ ഒരാളുടെ വാക്ക് ഉദ്ധരിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടപടിയെടുത്ത അവസരത്തിൽ പാർട്ടിയെ ഈ മണ്ഡലത്തിൽ നയിക്കുന്ന നേതാക്കന്മാർക്കെതിരായിട്ട് ദുരാരോപണം ഉന്നയിക്കുന്നവർ ആരായിരുന്നാലും ശരി തന്നെ, അവരോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ ഏത് ഏജൻസിയെ ഏൽപ്പിച്ചായിരുന്നാലും എന്നെ കുറിച്ച് അന്വേഷിക്കാം, എന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് അന്വേഷിക്കാം. ധൈര്യമുണ്ടോ എന്ന് ഞാൻ ബന്ധപ്പെട്ട നേതാവിനെ വെല്ലുവിളിക്കുകയാണ് പരസ്യമായി ഈ വേദിയിൽ നിന്നുകൊണ്ട്. സമയം ദീർഘിച്ചു പോകുന്നു, അതുകൊണ്ട് ഇനിയും ഞാൻ അധികം സംസാരിക്കുന്നില്ല. എന്നിരുന്നാലും ശരി തന്നെ, ഒരു കാര്യം എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരസ്യമായി പറയുവാനുണ്ട്. അത് മറ്റൊന്നുമല്ല, തുടയന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് സ്വജനപക്ഷപാതവും അഴിമതിയും സാമ്പത്തിക ക്രമക്കേടും നടത്തി JC അനിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്ത് തെളിവ് സമേതം സമർപ്പിച്ച പ്രസ്ഥാനത്തോടാണ്, പ്രിയമുള്ള സഖാക്കളെ, ഇപ്പോൾ ആ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? കത്ത് തന്ന വിഷയമുണ്ടല്ലോ, കത്തിനാധാരമായിട്ടുള്ള വിഷയത്തിൽ
നിങ്ങളിപ്പോഴും ഉറച്ചു നിൽക്കുന്നോ? അതേ ഇല്ലയോ? ഇല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട്? ഉറച്ചു നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ഒരാളുടെ പേഴ്സണൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒരു ബാങ്കിൽ നിന്നും എടുത്ത് പുറത്ത് നൽകിയ ഉദ്യോഗസ്ഥക്കെതിരായിട്ട് ഇനിയെങ്കിലും നിങ്ങൾ നടപടി സ്വീകരിക്കുവാൻ തയ്യാറാകുമോ? പറയണം, അറിയണം ഈ നാട്ടിലെ ജനങ്ങൾക്ക്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. പാർട്ടി അതിന്റെ അന്തസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, യശസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ നാട്ടിലെ ബഹുജനങ്ങൾക്ക് ഇടയിലേക്ക് അതിശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകും എന്നുള്ളതിന്റെ പരസ്യമായിട്ടുള്ള പ്രഖ്യാപനമാണ് ഈ 100ാം വാർഷിക ആഘോഷവേളയിൽ ഇപ്പോഴും പിരിഞ്ഞു പോകുവാൻ കൂട്ടാക്കാതെ ഉദ്ഘാടകന്റെ വാക്കുകൾക്ക് കാതോർത്തു നിൽക്കുന്ന നൂറുകണക്കിന് വരുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ സംഗമം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ബന്ധുക്കളോടും രാഷ്ട്രീയ വൈരികളോടും ഈ വേളയിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു, ഈ പാർട്ടി മുന്നോട്ട് തന്നെ മുന്നോട്ട് തന്നെ മുന്നോട്ട് തന്നെ എന്നുള്ള കാര്യം. ആർക്കും ഈ പ്രസ്ഥാനത്തെ തളർത്തുവാൻ സാധിക്കില്ല എന്നുള്ളത് ബന്ധപ്പെട്ടവരെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഏറെ ബഹുമാന്യനായ ഉദ്ഘാടകൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് കെ പ്രകാശ് ബാബുവിനെ CPI ജന്മ ശതാബ്ദി സംഗമം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു. സമ്മേളനത്തിൻ്റെ അധ്യക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും മുൻ MLAയുമായ ഡോക്ടർ ആർ ലതാദേവി, ഈ യോഗത്തെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, സംസ്ഥാന മന്ത്രി ജെ ചിഞ്ചുറാണി, പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പർ ആർ രാജേന്ദ്രൻ, പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി PS സുബാൽ, പാർട്ടി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് സാം കെ ഡാനിയേൽ, പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കളായ സഖാക്കൾ മന്മഥൻ നായർ, അഡ്വക്കേറ്റ് വേണുഗോപാൽ, അഷ്റഫ്, നൌഷാദ്, ജഗദമ്മ ടീച്ചർ, സജിലാൽ, ബുഖാരി, നിരവധി നേതാക്കൾ ഈ വേദിയിലുണ്ട്. വേദിയും അതിനേക്കാൾ സമർത്ഥമാണ് സദസ്സ്. KR ചന്ദ്രമോഹൻ, ജോസ്, ബാലകൃഷ്ണ ചേട്ടൻ, സായിദാസ്, സുവാരണ്ണൻ, ഗോപാലകൃഷ്ണൻ തുടങ്ങി കുഞ്ഞുഷുള്ള തുടങ്ങിയുള്ള നിരവധി നേതാക്കൾ സദസ്സിലുമുണ്ട്. ഈ ധന്യമായ സന്ദർഭത്തിൽ ഇവിടെ പ്രസക്തമായ ചില വിഷയങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ലതാദേവിയും ബുഹാരിയും നിങ്ങളോട് സൂചിപ്പിക്കുകയുണ്ടായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 100ാമത് വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ അതിൻ്റെ 100 വർഷത്തെ പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞു പോകാൻ
ഈ ചെറിയ സമയത്തിനുള്ളിൽ ഞാൻ ശ്രമിക്കുകയല്ല. സൗ മുല്ലക്കരയും സൗ ചിഞ്ചിറാണിയും സൗ സുബാലുമെങ്കിലും ഈ യോഗത്തിൽ സംസാരിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ രൂപീകൃതമായിട്ട് 100 വർഷം തികയാണ് ഈ ഡിസംബർ മാസം 26-ാം തീയതി. കഴിഞ്ഞ വർഷം ഡിസംബർ 26-ന് ശതാബ്ദി ആഘോഷ പരിപാടികൾക്ക് പാർട്ടി പിറവിയെടുത്ത കാൺപൂരിൽ വെച്ച് തുടക്കം കുറിച്ചു. അതിൻ്റെ സമാപനമാണ് 1 വർഷം നീണ്ടു നിൽക്കുന്ന ആ ആഘോഷ പരിപാടികളുടെ സമാപനമാണ് സൗലത നേരത്തെ സൂചിപ്പിച്ച തെലങ്കാനയിലെ ഖമ്മത്ത് വെച്ച് ഈ വർഷം ഡിസംബർ 26-ന് നടക്കുന്നത്. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട നാൾ മുതൽ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം രാജ്യത്തെ ജന്മി ഫ്യൂഡൽ പ്രഭുക്കന്മാർക്കെതിരായിട്ടുള്ള പോരാട്ടത്തിലും സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിലും മുന്നിൽ നിന്ന് നയിച്ച പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ പാർട്ടി ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി നടന്ന പോരാട്ടത്തിൽ, ഇന്ത്യയിലെ ജന്മി ഫ്യൂഡൽ പ്രഭുക്കന്മാർക്കെതിരായിട്ട് നടന്ന പോരാട്ടത്തിൽ 10,000-കണക്കിന് രക്തസാക്ഷികളെ സംഭാവന ചെയ്യേണ്ടി വന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ പ്രസ്ഥാനത്തിന് വേണ്ടി ബ്രിട്ടീഷ് യജമാനന്മാരുടെ തൂക്കിലേറിയ നിരവധി സഹാക്കളുണ്ട്. ഒരു ഘട്ടത്തിൽ അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ, അതൊക്കെ ദീർഘമായി പറഞ്ഞു പോകുന്നതിന് വേണ്ടിയല്ല, ഞാനത് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. കഴിമരം ആവശ്യത്തിനില്ലാത്തതുകൊണ്ട് ബ്രിട്ടീഷുകാർ ആൽമരത്തിൻ്റെ കൊമ്പിൽ ഇന്ത്യക്കാരായ ദേശാഭിമാനികളെ, ഇന്ത്യൻ മണ്ണിൽ പിറന്ന ആ വിപ്ലവകാരികളെ തൂക്കിലേറ്റിയ സംഭവം പോലും, ആൽമരത്തിൻ്റെ കൊമ്പിൽ കെട്ടിത്തൂക്കി വധശിക്ഷ നടപ്പിലാക്കിയ സംഭവം പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. എത്രയെത്ര രക്തസാക്ഷികളെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൊടുക്കേണ്ടി വന്നു. സൗലത സൂചിപ്പിച്ചു എന്നാണ് ഞാൻ ഓർക്കുന്നത്, കയ്യൂരിലെയും മറ്റും രക്തസാക്ഷികളെ സംബന്ധിച്ച്. സഹാക്കൾ അപ്പു, കുഞ്ഞമ്പു നായർ, ചിരുകണ്ഠൻ, അബൂബക്കർ എന്നീ 4 ചെറുപ്പക്കാരെ കയ്യൂർ സംഭവവുമായി ബന്ധപ്പെട്ട് തൂക്കിലേറ്റി 1943. ഞാൻ ആ സംഭവം വിശദീകരിക്കുന്നതിന് വേണ്ടിയല്ല അത് സൂചിപ്പിച്ചത്. ആ സഹാക്കളെ സൗ PC ജോഷിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി, കേരള സെക്രട്ടറി സൗ P കൃഷ്ണപിള്ളയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് സൗ P സുന്ദരയെയും ഒരുമിച്ച് പോയി കാണാൻ, ജയിലിൽ കിടക്കുന്ന അവരെ കാണുമ്പോൾ നേർക്കുനേർ അവരുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സൗ ജോഷിയുടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സൗ ജോഷിയുടെ കണ്ണ് നിറഞ്ഞു. കണ്ണ് നിറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയോട് ആ സഹാക്കൾ അവർ പറഞ്ഞു, സാവിൻ്റെ കണ്ണ് നിറയാൻ പാടില്ല, ഞങ്ങൾ ഈ പാർട്ടിക്ക് വേണ്ടിയാണ് മരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ജീവൻ ബലിയർപ്പിക്കാൻ, കഴിമരത്തിൽ കയറാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞവരാണ് ആ സഹാക്കൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അത് പറയാൻ പോലും ജോഷി പറഞ്ഞപ്പോഴും അവർ പറഞ്ഞു, ഞങ്ങൾക്ക്
ഞങ്ങളുടെ പാർട്ടി മുന്നോട്ട് പോകുന്നത് കാണണം, ആ പാർട്ടിക്ക് വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് എന്ന്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിച്ചവരുടെ മനസ്സിൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ചപ്പോൾ അവരുടെ മനസ്സിലുണ്ടായ വികാരം അതായിരുന്നു. എണ്ണമറ്റ പോരാട്ടങ്ങളിൽ കൂടി കമ്മ്യൂണിസ്റ്റുകാർ നേടിയെടുത്ത ആ പാരമ്പര്യം, അതിൻ്റെ ചരിത്രം, അതെല്ലാം ഇന്ന് നമ്മുടെ കുറച്ച് ആളുകൾ സ്വാർത്ഥമായ ലാഭത്തിന് വേണ്ടി മറന്നുപോകുന്നു എന്നതാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം സൗ ബുഖാരിയും സൗ ലതാദാവിയും സൂചിപ്പിച്ചത്. ഞാൻ പാർട്ടിയുടെ ചരിത്രം ഒരുപാട് പറഞ്ഞു പോവുകയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1925 സ്ഥാപിച്ച് 100 വർഷം പിന്നിടുമ്പോൾ ഈ പാർട്ടിക്ക് വേണ്ടി രക്തം കൊടുത്ത, ഈ പാർട്ടിക്ക് വേണ്ടി ധാരാളം പോലീസിന്റെ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ, ഇന്നല്ലെങ്കിൽ നാളെ ഒരു സോഷ്യലിസ്റ്റ് സാമൂഹ്യക്രമം ഇന്ത്യയിൽ പടുത്തുയർത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ആ ചെങ്കൊടി പ്രസ്ഥാനത്തിലെ നിരവധി സാക്കളുണ്ട്. അവരെയാണ് ഇന്ന് ചില ആളുകൾ വഞ്ചിക്കുന്നത് എന്നുള്ളത് ഓർക്കുമ്പോൾ അവരോട് പരിതപിക്കാൻ മാത്രമേ തോന്നുന്നുള്ളൂ. ഇവിടെ സൗ ബുഖാരി വളരെ വിശദമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊല്ലം DC എടുത്ത ഒരു നടപടിയെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ആ നടപടി എടുത്തതിനെ സംബന്ധിച്ച്, അതിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായി സൗ ബുഖാരിയും അതുപോലെ തന്നെ അധ്യക്ഷയും ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാനത് ആവർത്തിക്കുകയല്ല. എനിക്ക് ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. അത് സൗ ലത അവസാനം സൂചിപ്പിച്ചതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു പരാതി ഈ പ്രസ്ഥാനത്തോടൊപ്പം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രസ്ഥാനത്തോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഒരു പരാതി നൽകിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആ പരാതിയെ മുഖവിലക്കെടുത്തു. അതെടുക്കണം, അങ്ങനെ തന്നെ ചെയ്യണം. ആ മുഖവിലക്കെടുത്തുകൊണ്ട് തന്നെ ആ പരാതിയിൽ പറയുന്ന പ്രശ്നങ്ങൾ കൂടി അന്വേഷിക്കാൻ തീരുമാനിച്ചു. ആ അന്വേഷണത്തിൻ്റെയും കൂടി ഫലമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന ഒരു സഖാവിനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യേണ്ടി വന്നത്. ഞാനവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം, ഏത് പാർട്ടിയിലായാലും പാർട്ടി സഖാക്കൾക്ക് തെറ്റുപറ്റാം. ആ തെറ്റ് സംഭവിക്കുമ്പോൾ തെറ്റ് ചെയ്ത സഖാവിനെ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ആ സഖാവിൻ്റെ പേരിൽ അച്ചടക്ക നടപടി കൈക്കൊള്ളാൻ ഒരു വിപ്ലവ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായാലും മറ്റൊരു പാർട്ടിയായാലും ആ നടപടിയെടുക്കാനുള്ള ബാധ്യതയുണ്ട്, നടപടിയെടുക്കും. അത് ആ സഖാവിനെ കറക്റ്റ് ചെയ്യാനാണ്. ചെയ്ത തെറ്റിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇനിമേലാൽ തെറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിലയിൽ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി എടുക്കുന്ന നടപടിയാണ് അത്തരത്തിലുള്ള അച്ചടക്ക നടപടി. ഒരു പാർട്ടിയിൽ അച്ചടക്ക നടപടി എടുക്കുമ്പോൾ ആ പാർട്ടിയിൽ നിന്ന് അച്ചടക്ക നടപടിക്ക് വിധേയനായി നിൽക്കുന്ന സഖാവിനെ, അയാളെ മറ്റൊരു പാർട്ടിയിൽ ഉൾപ്പെടുത്തുന്നെങ്കിൽ അയാൾ ഒരിക്കലും കറക്റ്റ് ചെയ്യപ്പെടുകയില്ല എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഒരിക്കലും അയാൾ ആ തെറ്റ് തിരുത്തി ശരിയിലേക്ക് പോകാൻ അയാൾക്ക് കഴിയാതെ വരും. അത് ഏത് പാർട്ടിയിലായാലും, CPIയിൽ നിന്ന് CPMലായാലും CPMൽ നിന്ന് CPIയിലായാലും ഇത്തരത്തിലുള്ള കുറ്റങ്ങൾ ചെയ്തു വരുന്ന ആളുകളെ അവരുടെ പേരിൽ നടപടിയെടുക്കുമ്പോൾ ആ നടപടി ആ സഖാവിനെ തിരുത്തിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ആ നടപടി ഒഴിവാക്കി രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുക എന്ന് പറയുന്നത്
ഒരു രാഷ്ട്രീയ പാർട്ടിക്കും, പ്രത്യേകിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ള ഇടതുപക്ഷ പാർട്ടികൾക്ക് ചേരുന്നതല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നതിനാണ് ഞാൻ സൂചിപ്പിച്ചത്. പ്രത്യേകിച്ചും ലതാദേവിയും ബുഹാരിയും ഇവിടെ പറഞ്ഞതുപോലെ ആ നടപടിക്ക് വിധേയമായ, ആ നടപടിക്ക് ആധാരമായ ഒരു കത്ത് CPIM-ന്റെ ജില്ലാ സെക്രട്ടറിയുടെ കത്ത് കൂടിയാവുമ്പോൾ അതിൻ്റെ ഗൗരവം ഇരട്ടിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ആ തലങ്ങളിലേക്ക് ഉയർന്ന് CPIM-ന്റെ പ്രവർത്തകർ പ്രവർത്തിക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു പ്രശ്നമായിട്ടോ CPI-CPM പ്രശ്നമായിട്ടോ ഞാനതിനെ കാണാൻ ആഗ്രഹിക്കുന്നുമില്ല. അങ്ങനെ വരാനും പാടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തെ പുഴുക്കുത്തുകൾക്കെതിരായിട്ട് ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ അവിടെ മറ്റൊരു നിലപാട് എടുത്തുകൊണ്ട് പോകാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ നാളെ അത് വിടക്കാക്കി തനിക്കാക്കുക എന്നുള്ള നിലയിലേക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അതിനെ ചിത്രീകരിക്കും. അതുകൊണ്ടൊരിക്കലും ആ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ദീർഘമായി മറ്റൊരു കാര്യങ്ങളിലേക്കൊന്നും പറഞ്ഞു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഗുരുതരമായ കൃത്യവിലോപം ചെയ്യുമ്പോൾ, ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തുമ്പോൾ, ആ ക്രമക്കേടുകൾ നടത്തിയ ആളുകളെ അച്ചടക്ക നടപടിക്ക് വിധേയമാക്കുന്നത് നമ്മുടെ നാട്ടിൽ പുത്തരിയൊന്നുമല്ല. പലപ്പോഴും അത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തെറ്റിദ്ധരുത്തി തിരിച്ചു വരികയാണ് സാധാരണഗതിയിൽ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള സഹാക്കൾ ചെയ്യുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം കടക്കലിൽ ഉണ്ടാവുകയില്ല എന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ അക്കാര്യം സൂചിപ്പിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ ഇന്നത്തെ സാഹചര്യത്തിൽ സാമ്പത്തികമായി, സാമൂഹ്യമായി, രാഷ്ട്രീയമായി ധാരാളം വെല്ലുവിളികളെ നേരിടുന്ന സന്ദർഭത്തിൽ ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ ആ യോജിപ്പിൽ, ഒരുമിച്ചുള്ള പോരാട്ടത്തിൽ ഒരു മുറിവുമേൽക്കാതെ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 100ാമത് വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് കടക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഈ പൊതുസമ്മേളനം, മഹാസമ്മേളനം, ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ എത്തിച്ചേർന്നു. ഈ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് വിളിച്ചറിയിച്ചുകൊണ്ട് എത്തിച്ചേർന്ന ആയിരക്കണക്കിന് സഹാക്കളുണ്ട്. അവരെ എല്ലാവരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുമതിയോടുകൂടി ഔപചാരികമായി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, അഭിവാദ്യം. സഹകളെ, എല്ലാവരും അവിടെ തന്നെ ഇരിക്കണം. യോഗം സമയബന്ധിതമായിട്ട് അവസാനിപ്പിക്കുന്നതാണ്. ഇനി നമ്മെ അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും മുൻ മന്ത്രിയുമായ നമ്മുടെ പ്രിയങ്കരനായ സഖാവ് മുല്ലക്കര രത്നാകരനെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, സമയം താമസിച്ചു പോയതുകൊണ്ടും നിങ്ങൾക്കും ബസ്സിലൊക്കെ പോകാനുള്ളവർക്ക് അവസാന ബസ്സൊക്കെ അധികം താമസിയാതെ പോകുമെന്നുള്ളതുകൊണ്ടും ഞാൻ അധ്യക്ഷൻ്റെയും ഉദ്ഘാടകൻ്റെയും ആരുടെയും പേര് പറയുന്നില്ല. ഈ കടക്കലിൻ്റെ മണ്ണിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സമൂഹത്തിൽ പൊതുപ്രവർത്തനത്തിൻ്റെ ഒരു മുഖം മനുഷ്യന് കാണാൻ കഴിയാത്ത കാലത്ത് ഇവിടെ ഒരു വിപ്ലവം ഉണ്ടായി. അതിനാണ് ഈ കടക്കൽ പാങ്ങോട് കല്ലറ വിപ്ലവം എന്ന് പറയുന്നത്.
അതിലാദ്യത്തെ രക്തസാക്ഷി ഞാൻ ജനിച്ച മുല്ലക്കര എൻ്റെ വീട്ടിനടുത്തുള്ള പലാങ്കീഴ് കൃഷ്ണപിള്ള എന്ന ആളാണ്. അദ്ദേഹത്തെക്കുറിച്ചൊക്കെ ഓർക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയായി, വെടിയേറ്റാണ് മരിച്ചത്. അപ്പോൾ അവർ പിന്നെ നാട് വിട്ടുപോയി, അവരും അവരുടെ ബന്ധുക്കളും. ഇടുക്കിയിൽ ചെന്ന് ഒരു വിവാഹം കഴിക്കുകയും, അത് മറ്റൊരു മതത്തിലെ ഒരാളാണ് വിവാഹം കഴിച്ചത്. അതിൽ ഈ കൃഷ്ണപിള്ളയുടെ കുട്ടിയും പിന്നെ അവർക്ക് കുട്ടികളും ഉണ്ടായി. അപ്പോൾ അവർക്ക് ഈ കടക്കൽ കല്ലറ പാങ്ങോട് സംഭവം സ്വാതന്ത്ര്യ സമരമായി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ആ സമയത്ത് ഇവർക്കത് അറിയാനും അതിൻ്റെ അനന്തരാവകാശികൾക്ക് പെൻഷൻ മേടിക്കാനൊന്നും കഴിഞ്ഞില്ല. അപ്പം ഞാൻ MLA ആയിരിക്കുമ്പോൾ, പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അവരതിൻ്റെ രേഖകളെല്ലാം സംഘടിപ്പിച്ച് എന്നെ വന്ന് കണ്ട് ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഈ പ്ലാങ്കീട് കൃഷ്ണപിള്ളയെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു സംഭവം എനിക്കറിയില്ല. അപ്പോൾ ഈ പാങ്ങോടല്ല ഭരതന്നൂരുള്ള എനിക്ക് കൂടി അറിയാവുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ, അദ്ദേഹം ട്രാൻസ്പോർട്ടിലെ കണ്ടക്ടർ കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് പാങ്ങോട് സ്റ്റേഷനിൽ വെച്ച് ഈ വിപ്ലവത്തിൻ്റെ പ്രതിയായി മർദ്ദനമേറ്റ് മരിച്ചാണ്. അപ്പോൾ ആ കാലത്ത് ഈ പറഞ്ഞ പോലെ പൊതുപ്രവർത്തനത്തിൻ്റെ പ്രത്യേകതയൊന്നുമില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നാട്ടിലില്ല. അന്നുള്ള ഒരു പാർട്ടി മഹാത്മാഗാന്ധിയോടുള്ള ഇഷ്ടം കൊണ്ട്, ഗാന്ധിയോട് ചേർന്ന് നിൽക്കാൻ മോഹം കൊണ്ട് നിന്ന് കോൺഗ്രസ്സുകാരാണ്. ആ കോൺഗ്രസ്സുകാരായി അന്ന് നിന്ന കുടുംബങ്ങളിലെ പലരും പിന്നെ ഇവിടെയും കല്ലറയും പാങ്ങോടുമെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരായി മാറുകയായിരുന്നു. അവരാണ് ഒരുപക്ഷെ ആദ്യ പൊതുപ്രവർത്തകരായി വരുന്നത്. അപ്പം ഞാൻ ആ ആളിൻ്റെ പെൻഷൻ കിട്ടിയ രേഖകളെല്ലാം സംഘടിപ്പിച്ച് അന്നത്തെ പോലീസ് രേഖകൾ വെച്ചാണ് ഈ പെൻഷൻ കൊടുക്കുന്നത്. ഈ അനന്തരാവകാശിക്ക് പെൻഷൻ മേടിച്ച് കൊടുത്തു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ് നമ്മുടെ നാട്ടിൽ ഈ പൊതുപ്രവർത്തനം ഉണ്ടാവുക എന്ന് പറയുന്നത് കുറച്ച് അസാധ്യമായിരുന്ന ഒരു കാലത്ത് നേരിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൂടെ അല്ലെങ്കിലും സമൂഹത്തിലുണ്ടായ തെറ്റുകൾക്കെതിരെ ഇടപെടുന്നതാണ് പൊതുപ്രവർത്തനം എന്നൊരു ബോധ്യമുണ്ടായ നാടാണ് കടക്കൽ. കടക്കൽ കല്ലറ പാങ്ങോട് വിപ്ലവം എന്നാണ് ഇതിനെ പറയുന്നത്. പക്ഷെ അതിൻ്റെ കല്ലറ ഒരു സ്മാരകമുണ്ട്. ഇവിടെ ആ വിപ്ലവ സ്മാരകത്തിൻ്റെ മുന്നിൽ നിന്നാണ് ഇപ്പം മിക്കവാറും പ്രകടനങ്ങളൊക്കെ ആരംഭിക്കുന്നതോ സമ്മേളനമൊക്കെ നടത്തുന്നതോ. സത്യത്തിൽ ഇവിടെ മാതൃകാപരമായ പൊതുപ്രവർത്തനത്തിൻ്റെ ഒരുപാട് മുഖങ്ങളുണ്ടായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ്. ഈ ഭാർഗവനാശാനുമായിട്ട് സഞ്ചരിക്കുമ്പോൾ അത്തരം പൊതുപ്രവർത്തനത്തിൻ്റെ ത്യാഗം എങ്ങനെയാണ് സാധാരണ മനുഷ്യൻ രൂപപ്പെടുത്തിയതെന്ന്, അവരിലെങ്ങനെയാണ് അങ്ങനെ ഒരു ആദർശത്തിൻ്റെ പൊതുപ്രവർത്തന പരിവേഷം നാട്ടുകാർ ചാർത്തി കൊടുത്തതെന്ന് കൃത്യമായി പറയും. കടക്കലെ അതിൻ്റെ മികച്ച ഒരു ഉദാഹരണമാണ്. ഈ പഞ്ചായത്തിൽ ഒരുപാട് വർഷം പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ഗോവിന്ദൻ എന്ന സഖാവ്. ആ സഖാവിൻ്റെ പേരിലായിരുന്നു ഈ CPHS ആദ്യം വന്നത്. 1979 ആ സഖാവ് കല്യാണം കഴിച്ചു. കുറച്ച് പ്രായമായതിനു ശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനമെല്ലാം ഒഴിഞ്ഞതിന് ശേഷമാണ് കല്യാണം കഴിച്ചത്. അന്ന് സഖാവ് KR ചന്ദ്രമോഹനാണ് പാർട്ടിയുടെ ചടയമംഗലം മണ്ഡലം കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി. ആ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാതൃകാപരമായ ഒരു നേതൃത്വം നിലമേൽ പ്രഭാകരനാശാനാണെങ്കിലും KP കരുണാകരനാണെങ്കിലും കോട്ടക്കൽ ദിവാരം പിള്ളയാണെങ്കിലും തുടയന്നൂർ ദാമോദരൻ പിള്ളയാണെങ്കിലും
ഈ JC അനിലിൻ്റെ തന്നെ പിതാവ് ജനാർദ്ദനാണെങ്കിൽ ഇവിടെ പഞ്ചായത്ത് സുവാരനിപ്പം സുവാരൻ ഇവിടെ ഇരിപ്പുണ്ട്, സുവാരനൻ, ബാലകൃഷ്ണപിള്ള, ഇങ്ങനെ ഒരുപാട് പേര് വളരെ സാധാരണക്കാരായിരുന്നു. വലിയ വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ അവർക്കൊരു പൊതുപ്രവർത്തന സാക്ഷരതയുണ്ടായിരുന്നു. അവരെല്ലാം സത്യത്തിൽ MLA-മാരാവാനോ മറ്റേതെങ്കിലും പ്രതിനിധികളാവാനോ ഒക്കെ ആഗ്രഹിക്കാൻ കഴിയുന്ന തരത്തിൽ സമൂഹത്തിൽ അംഗീകാരമുള്ളവരായി. പക്ഷെ അവരൊന്നും ആയില്ല, അവരൊന്നും ആഗ്രഹിച്ചില്ല. അവർ യഥാർത്ഥത്തിൽ പൊതുപ്രവർത്തനത്തിൽ താഴെത്തട്ടിലെ അധ്വാനിക്കുന്ന മനുഷ്യൻ്റെ പ്രതിനിധികളായിരുന്നു, നിഷ്കളങ്കരായിരുന്നു. അവരെ സമീപിക്കാൻ ആർക്കും ഭയമുണ്ടായിരുന്നില്ല. അവരുടെ വീടുകളും ചെറുതായിരുന്നു, അതിനേക്കാൾ ചെറിയ വീട്ടിലെ മനുഷ്യൻ്റെ വലിയ ബന്ധുക്കളായിരുന്നു ഇവർ. അത് മുഴുവൻ ഒരു കമ്മ്യൂണിസ്റ്റ് തത്വമാണ്, രീതിയാണ് എന്നും പറയാൻ പറ്റില്ല. അതിലൊരു ഗാന്ധിയൻ സംസ്കാരമുണ്ട്, പൊതുപ്രവർത്തനത്തിൻ്റെ ഒരു ഗാന്ധിയൻ രീതിയുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിലെ ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരെ അറിയപ്പെട്ടവരെ ഗാന്ധിയൻ കമ്മ്യൂണിസ്റ്റുകളെന്ന് വിളിച്ചത്. സത്യത്തിൽ ഈ ചടയമംഗലം മണ്ഡലത്തിലെ പടിഞ്ഞാറൻ മേഖലയിലും കിഴക്കൻ മേഖലയിലും ഒരുപാട് സഹാക്കളെ നോക്കിയാൽ അവർ ഗാന്ധിയൻ കമ്മ്യൂണിസ്റ്റുകളായിരുന്നു. അവർ പട്ടിണിക്കാരായിരുന്നു, പക്ഷേ അവരുടെ പട്ടിണിയെക്കുറിച്ചല്ല അവർ ചിന്തിച്ചത്, അവർ മറ്റുള്ളവരുടെ പട്ടിണിയെക്കുറിച്ചായിരുന്നു. അതിൽ മിക്കവാറും പേര് മറ്റുള്ളവർക്ക് വേണ്ടി ജയിലിൽ കിടന്നവരായിരുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി പട്ടിണി കിടന്നവരായിരുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി ചെറിയ വീട്ടിൽ താമസിച്ചവരായിരുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി ഉറക്കം ഒഴിയുകയും സ്വന്തം ജീവിതം സമർപ്പിക്കുകയും ചെയ്തവരായിരുന്നു. അങ്ങനെയുള്ള മനുഷ്യരുണ്ടാക്കിയ ഒരു പൊതുപ്രവർത്തനത്തിൻ്റെ മാതൃകയാണ് സത്യത്തിൽ ഈ മണ്ഡലത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബഹുജന അടിത്തറയുടെ കരളായും ഹൃദയവുമായും നിൽക്കുന്നത്. ഇപ്പം ഈ മണ്ഡലത്തിൽ തന്നെ പടിഞ്ഞാറൻ മേഖലയേക്കാൾ കൂടുതൽ മിക്കവാറും എല്ലാ പഞ്ചായത്തും എല്ലാ ബാങ്കും എല്ലാം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളിൽ ചേർന്നാണ്. ഇതിവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാത്രം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഉണ്ടായത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് വന്നത്. 64 അതിനൊരു പിളർപ്പുണ്ടായി, അത് നിർഭാഗ്യകരമാണ്. പക്ഷേ അത് കഴിഞ്ഞും ഈ ഇടതുപക്ഷത്തിൻ്റെ പൊതുവായ പൊതുപ്രവർത്തന മൂല്യം ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. നാടിനു വേണ്ടി നാട്ടിൽ അത്യാവശ്യം ഒരു പോലീസ് സ്റ്റേഷനിൽ പോകാനോ, ഇപ്പോഴങ്ങനെയുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞു. അതിൻ്റെ ഒരു കാര്യം കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പ്രവർത്തനത്തോടുകൂടി നാട്ടിൽ എല്ലാവർക്കും ഒരു അന്തസ്സ് വേണമെന്ന മോഹമുണ്ടായി. നാട്ടിൽ ചില പുതിയ മാറ്റങ്ങളുടെ കാറ്റ് വന്നു. ഇപ്പോഴത് കൊണ്ടുവന്നത് ആര് എന്നതിനെക്കുറിച്ചൊക്കെ ചെറിയ തർക്കങ്ങളുണ്ട്, ഞാൻ അതിന് വിശദീകരിച്ചു പോകുകയല്ല. ഇവിടെ സംഭവിച്ച ഒരു കാര്യം ഞാൻ അത് മാത്രമേ പറയുന്നുള്ളൂ. ഈ പൊതുപ്രവർത്തനം എന്താണെന്ന് ഇവിടെ പഠിപ്പിച്ച ഒരുപാട് മനുഷ്യരുടെ മുഖമുള്ള ഒരു നാടാണ് ഈ കടക്കലുമായി ബന്ധപ്പെട്ടത്. സത്യത്തിൽ ഇവിടെ മറ്റ് പല സ്ഥലങ്ങളിലും ആലപ്പുഴയിൽ നിന്നും പുന്നപ്ര വയലാറിൻ്റെ സമരം കഴിഞ്ഞ് അവിടെ നിന്നും മറ്റ് പലയിടത്തുനിന്നും വന്ന് ട്രേഡ് യൂണിയനൊക്കെ കെട്ടിപ്പടുത്ത നാടുണ്ട്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആലപ്പുഴ പുന്നപ്ര വയലാർ സമരസേനാനികൾക്ക് ചെതറ ഭൂമി കൊടുത്തിട്ടുണ്ട്. അത് കൊടുക്കാനുള്ള സമരം നടത്തിയതും കൊല്ലം ജില്ലയിലെയും ചടയമംഗലം മണ്ഡലത്തിലെയും ചെതറയിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരാണ്. അപ്പം ഈ പൊതുപ്രവർത്തനം എന്താണ്? ആ പൊതുപ്രവർത്തനം എന്താണെന്ന ചോദ്യത്തിന് തീർച്ചയായിട്ടും ആ കാലത്തെ പൊതുപ്രവർത്തനത്തിൻ്റെ എല്ലാ ആഴവും ലാളിത്യവും ഇപ്പം വേണമെന്നൊക്കെ തീരുമാനിച്ചാൽ അത് ഒരു കാലത്തിൻ്റെ മാറ്റം അനുസരിച്ച് നമുക്ക് പറ്റിയതല്ല. പക്ഷെ ഇവിടെ ഇപ്പോഴും പാർട്ടി ഓഫീസിൽ വരുമ്പോൾ പാർട്ടി ഓഫീസിലെ സഹാക്കൾ പൊതുപ്രവർത്തനത്തിൻ്റെ രൂപങ്ങൾ പറയുമ്പോൾ ആ രൂപങ്ങളിൽ ഈ ചന്ദ്രമോഹൻ സാഹിബിൻ്റെ അച്ഛൻ KR-ൻ്റെ മുഖമുണ്ട്, ദാമോദരൻ പിള്ളയുടെ മുഖമുണ്ട്, KP-യുടെ മുഖമുണ്ട്, പ്രഭാകരനാശാൻ്റെ മുഖമുണ്ട്, ചടയമംഗലം
തങ്കപ്പൻ പിള്ളിയുടെ മുഖമുണ്ട്, പിന്നെ മജീദ് സാഹിബിൻ്റെ മുഖമുണ്ട്, ഇങ്ങനെ ഒരുപാട് മുഖങ്ങളുണ്ട്. അവരെങ്ങനെയാണ് പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ തൻ്റെ സ്വകാര്യ ദുഃഖങ്ങളുടെ തടവറയിൽ നിന്ന് പൊതുജനങ്ങളുടെ ദുഃഖങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരാളെന്ന അകത്ത ബോധ്യത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒന്നാണ്. സത്യത്തിൽ അതിനാണ് ഇവിടെ പുതിയ തലമുറയിൽ ഈ അനിലിൻ്റെ പേരിൽ നടപടി എടുക്കേണ്ടി വന്നത്. അതിനാണ്. അതായത് ഒരു പൊതുപ്രവർത്തകൻ, പ്രത്യേകിച്ച് ഉന്നത പദവികൾ വഹിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ പണം കൈകാര്യം ചെയ്യുമ്പോഴും പദവിയിലിരിക്കുമ്പോഴും കാത്തു സൂക്ഷിക്കേണ്ട ഒരു മാതൃകയുണ്ട്. അത് ആരായിരുന്നാലും കാത്തു സൂക്ഷിക്കണം. ആ മാതൃക കാത്തു സൂക്ഷിക്കാൻ പൊതുപ്രവർത്തകർ ബാധ്യസ്ഥരാണ്. അത് മുല്ലക്കര നായനാണെങ്കിലും ബാധ്യസ്ഥനാണ്, സുബാലാണെങ്കിലും ബാധ്യസ്ഥനാണ്, ചന്ദ്രമോഹനാണെങ്കിലും ആരാണെങ്കിലും പൊതുപ്രവർത്തനത്തിൽ നിൽക്കുമ്പം ബാധ്യസ്ഥരാണ്. പൊതുപ്രവർത്തകന് ഒരുപാട് പരിമിതിയുണ്ട്. ആ പരിമിതി അനിലിന് മനസ്സിലായില്ല എന്നാണ്. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം പണം കൈകാര്യം ചെയ്യുമ്പം കടം മേടിക്കുമ്പോഴോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വാധീനമുള്ള ഒരിടത്ത് നിക്ഷേപം സ്വീകരിക്കുമ്പോഴോ ഒക്കെ അദ്ദേഹം എടുക്കേണ്ടിയിരുന്ന ഒരു കരുതലുണ്ടായിരുന്നു. പാർട്ടിയുടെ പണം പിരിച്ച് അത് ഏൽപ്പിക്കുമ്പോഴും അദ്ദേഹം സൂക്ഷിക്കേണ്ട ഒരു കൃത്യത ഉണ്ടായിരുന്നു. അതിന് കഴിഞ്ഞില്ല എന്നതാണ്. പാർട്ടി എടുത്ത നടപടി അതിൻ്റെ പേരിലുള്ള നടപടിയാണ്. മറ്റ് നടപടികളൊക്കെ വന്നത് ഇവിടെ പറഞ്ഞതുപോലെ, പ്രകാശെല്ലാം സൂചിപ്പിച്ചതുപോലെ, മറ്റൊരു പാർട്ടിയുടെ സെക്രട്ടറി കൊടുത്ത ഒരു കത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണവും കമ്മീഷനുമായിട്ടൊക്കെയാണ് വന്നത്. സത്യത്തിൽ ഏത് സഖാവിനും പിഴവുണ്ടാവും. ഞാൻ ഈ അനിലിനോടും അനിലിൻ്റെ കൂടെ നിൽക്കുന്ന സഖാക്കളോടുമുള്ള എൻ്റെ അഭ്യർത്ഥന, പൊതുപ്രവർത്തനത്തിൽ നിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാലും ഈ പാർട്ടിയുടെ വാതിൽ നിങ്ങൾ ശരിയായി തിരുത്തി ഇതിനകത്തേക്ക് വരാൻ ആഗ്രഹിച്ചാൽ വാതിൽ തുറന്നു തന്നെ കിടക്കും. പാർട്ടി നാടിനുള്ളതാണ്, നന്മയുള്ളവർക്കുള്ളതാണ്. പൊതുപ്രവർത്തനത്തിൽ ലാളിത്യപൂർവം ജനങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ തീരുമാനിക്കുന്നവർക്കുള്ളതാണ്. അങ്ങനെയുള്ള മഹർഷിമാരെ പോലുള്ള സഹാക്കളെ സംഭാവന ചെയ്ത നാടാണ് കേരളം. തകഴി ശിവശങ്കരപ്പിള്ള സാർ ഒരിക്കൽ എഴുതി, മാർക്സിസം കേരളത്തിനൊരു മഹർഷിയെ സംഭാവന ചെയ്തു. ആ മഹർഷിയുടെ പേര് സൂതൻ സാർ എന്നാണ്. പി ഭാസ്കരൻ സാറിന് കൊല്ലത്തെ സൂതൻ സാറെന്ന് ചിലർ വിളിക്കാറുണ്ട്. നമ്മുടെ കൊല്ലത്തെ പി ഭാസ്കരൻ സാറിന് ഞാൻ സമയം താമസിച്ചതുകൊണ്ട് ചെഞ്ചവും സുബാലും കൂടി ചെറുതായി സംസാരിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ അധികം പറയുകയല്ല. അതുകൊണ്ട് പോയ സഹാക്കളെല്ലാം എനിക്ക് പരിചയമുള്ളവരാണ്, ചന്ദ്രമോഹന് പരിചയമുള്ളവരാണ്, ഇവിടെ ഇരിക്കുന്ന ബുഹാരിക്കും ലതയ്ക്കും സാമിനും എല്ലാം പരിചയമുള്ളവരാണ്. അവർക്ക് തീർച്ചയായിട്ടും ബന്ധങ്ങളിൽ സ്നേഹമുണ്ടാവാം. പക്ഷേ അവരാക്കിയത്, അവരുടെ വഴിയിലുള്ള തടസ്സങ്ങൾ മാറ്റിയത്, കൂടെ നിന്നത്, അവർക്ക് വേണ്ടി അവരോടൊപ്പമോ അതിനേക്കാളോ വിയർപ്പൊഴുക്കിയത് അവരുടെ അന്തസ്സിനും അവരുടെ പേരിനും വേണ്ടി ഈ പാർട്ടിയാണ്. അതുകൊണ്ട് നമുക്കെല്ലാം ഈ പാർട്ടി സൃഷ്ടിച്ച മൂല്യങ്ങൾ തന്നത് നമ്മളല്ല. നമുക്ക് മുന്നാലെ പോയ, ഒരുപാട് ത്യാഗം സഹിച്ച, സ്വന്തം ജീവിതമായി കാണാതെ നാടിൻ്റെ ജീവിതം നല്ല ഐശ്വര്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സ്വന്തം ജീവിതം ഒരർത്ഥത്തിൽ ഒഴിഞ്ഞു വെച്ച് സമർപ്പിച്ച ആ മനുഷ്യരാണ്. അവരോട് നമുക്കൊരു കടപ്പാടുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് ഈ പോയ സഹാക്കളെല്ലാം തിരിച്ച് വരാവുന്നവർ തിരിച്ചറിവോടെ തിരിച്ചു വരണം. നിങ്ങൾ വന്ന് മുട്ടാതെ നിങ്ങളുടെ കാലടി കേട്ടാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വാതിൽ തുറന്നിടും. തെറ്റ് ചെയ്തവർ തിരുത്തി തിരിച്ചു വരണം. കാരണം ഇത് എനിക്കോ നിങ്ങൾക്കോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാർക്കോ ഉള്ളതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇത് ഒരുപാട് പേരുണ്ടാക്കിയ, ഒരുപാട് പേരുടെ ജീവിതം കൊടുത്ത,
ഒരു തറവാട്ടിൽ നമ്മൾ വന്ന് പിറന്നു, അല്ലെങ്കിൽ നമ്മൾ ചേർന്നു എന്നതാണ് സത്യം. അതുകൊണ്ട് ഈ മാറിപ്പോയവരും, ഇവിടെ ലത പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ്. ഈ മണ്ഡലത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 12,000-ത്തിലധികം വരുന്ന മെമ്പർഷിപ്പിൽ മഹാഭൂരിപക്ഷവും ഇന്ന് അനുഭവിക്കുന്ന ഒരു ഹൃദയവ്യഥയുണ്ട്. ആ ഹൃദയവ്യഥയ്ക്ക് അവസാനം ഈ പാർട്ടിയുടെ കരുത്ത് വീണ്ടെടുക്കുമ്പോഴാണ് ഉണ്ടാവുന്നത്. കാരണം ഈ പാർട്ടിയിൽ നിന്ന് ഞാൻ ഉൾപ്പെടെ, ഇവിടെ ഇരിക്കുന്നത് ഉൾപ്പെടെ, ഈ ചന്ദ്രമോഹൻ ഉൾപ്പെടെ ഒരുപാട് പേർക്ക് തല്ല് കിട്ടിയിട്ടുണ്ട്. തല്ല് കിട്ടിയത് വ്യക്തിപരമായ ഏതെങ്കിലും തെറ്റ് ചെയ്തതുകൊണ്ടല്ല, ജനങ്ങൾക്ക് വേണ്ടി, പാർട്ടിക്ക് വേണ്ടി ചെയ്ത സമരപ്രവർത്തനങ്ങളുടെയോ മറ്റ് കാര്യത്തിലാണ് അതുണ്ടായിട്ടുള്ളത്. നമ്മൾ ഒരുപാട് ജാഥകൾ നടന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരുപാട് തരത്തിൽ ഒരുമിച്ച് ചേർന്ന് പട്ടിണി അനുഭവിച്ചിട്ടുണ്ട്, ഉള്ളത് പങ്കിട്ട് കഴിച്ചിട്ടുണ്ട്. ഇന്നത്തെ പോലെ കാറും സൗകര്യങ്ങളും പദവികളും ഇല്ലാത്ത ഒരു കാലത്ത് കർഷകരെ സംഘടിപ്പിച്ചും തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിച്ചും അവർക്ക് വേണ്ടിയുള്ള സമരങ്ങളിൽ പങ്കുചേർന്നും അതിൻ്റെ ത്യാഗങ്ങൾ അനുഭവിച്ചും കെട്ടിപ്പടുത്തിയ ഒരു പാർട്ടിയാണ് ഇവിടുത്തെ പാർട്ടി. അപ്പം ആ പാർട്ടി തീർച്ചയായിട്ടും നമുക്കുള്ളത് മാത്രമല്ല, അത് നാളെയുള്ള മനുഷ്യർക്കുള്ളത് കൂടിയാണ്. ഈ മൂല്യങ്ങളും നന്മകളും പൊതുപ്രവർത്തനത്തിൻ്റെ എല്ലാ ലക്ഷണമൊത്ത മാതൃകയും കൂടി നാളത്തെ തലമുറയിലേക്ക് കൈമാറാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മൾ. കാരണം നമുക്ക് ഇന്നലെ ഒരു തലമുറയാണ് നമുക്കത് കൈമാറിയത്. ആ കൈമാറിയതിൻ്റെ ചൂടും ചൂരുമാണ് നമ്മുടെ ഹൃദയത്തിലുള്ളത്, നമ്മുടെ ഓർമ്മയിലുള്ളത്. നമ്മുടെ ഇന്നത്തെ അഹങ്കാരവും ഇന്നത്തെ സൗകര്യങ്ങളും അവർ തന്നതാണ്. അനിലിന് തന്നതും അവരാണ്. അതിൽ അനിൽ ആ പദവിയിലിരിക്കുമ്പോൾ, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിരിക്കുമ്പോൾ, അദ്ദേഹം കാത്തു സൂക്ഷിക്കേണ്ട മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ചില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിന് ബോധ്യമാണ്. അത് തിരുത്തണമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞത്. അതിനാണ് ഒരുപാട് ആരോപണങ്ങൾ വരുന്നപ്പോൾ അദ്ദേഹത്തിന് തന്നെ പുറത്തു പോയൊന്ന് കുളിച്ച് തിരുത്തി തിരിച്ചു വരാൻ ഒരവസരമാണ് പാർട്ടി കൊടുത്തത്. പാർട്ടി കൊടുക്കുന്നത് ഏത് സഖാവിനെ പുറത്താക്കുന്നതും ചിരിച്ചുകൊണ്ടല്ല, ദുഃഖത്തോടാണ്. പക്ഷേ പൊതുപ്രവർത്തനത്തിൽ നിൽക്കുമ്പോൾ കോൺഗ്രസിനില്ലാത്ത, BJPക്ക് പറ്റാത്ത ഒരു ബൂർഷ്വാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരിക്കലും കണ്ടെത്താൻ കഴിയാത്ത പൊതുപ്രവർത്തനത്തിലെ ചില രീതികൾ, മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ടേ, തിരുത്തൽ നടപടി കൊണ്ടേ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകാൻ പറ്റും. നമ്മൾ ഇന്നലെയിൽ നിന്ന് സ്വീകരിച്ചത് ആ മാതൃകയാണ്. നാളത്തെ തലമുറയ്ക്ക് കൊടുക്കേണ്ടത് ആ മാതൃകയാണ്. അങ്ങനെ കൊടുക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാതൃകാപരമായി, ലളിതമായി, ആദർശപരമായി പ്രവർത്തിക്കുന്നതില്ലാതെ പോയാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നഷ്ടം മാത്രമല്ല, പൊതുപ്രവർത്തന ലോകത്തെ ഒരു വലിയ നഷ്ടമാണ്. അതുണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ടാണ് സഖാക്കൾ തെറ്റ് ചെയ്യുമ്പോൾ തിരുത്തപ്പെടാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖന്മാരായ നേതാക്കന്മാരെ പോലും തിരുത്തലിന് വിധേയമാക്കിയിട്ടുണ്ട്. കാരണം അതൊരാവശ്യമാണ്, അതൊരു ചികിത്സയാണ്, അതൊരു ആരോഗ്യം വീണ്ടെടുക്കലാണ്. ഈ കടക്കലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പം ലത പറഞ്ഞതുകൊണ്ട് ഒരുപാട് വ്യഥ അനുഭവിക്കുന്ന സഖാക്കളുടെ ഹൃദയത്തിൻ്റെ തുടിപ്പ് നമുക്ക് കാണാം, അവരുടെ മുഖത്ത് കാണാം. അവരെല്ലാം ഇതിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് അഭിവാദ്യം. എന്നാൽ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നവർ എത്രയും പെട്ടെന്ന് അവർ തണുത്ത മനസ്സോടെ, തിരുത്തിയ ഭാവത്തോടെ പാർട്ടിയിലേക്ക് തിരിച്ചു വരണം. ഒരു സഖാവിനെയും പുറത്തു കളയാനില്ലാത്തത് കൊണ്ട് തിരുത്തിയാൽ എല്ലാവർക്കും ഈ പാർട്ടിയിലേക്ക് തിരിച്ചു വരാം. അതുകൊണ്ട് അതിനുള്ള സന്ദർഭം ഒരുക്കാൻ കൂടി ഈ നാടിൻ്റെ പൊതുവായ, ഞാൻ നേരത്തെ പറഞ്ഞ കടക്കൽ വിപ്ലവം നടന്നതിൻ്റെ പൈതൃകം, നടന്ന കാലത്ത് കോൺഗ്രസ് ആണെങ്കിലും
പിന്നെ അതിൻ്റെ പൈതൃകങ്ങൾ ഏറ്റുവാങ്ങി ആ നന്മകൾ മനസ്സിൽ പേറി പൊതുപ്രവർത്തനത്തിന് ഒരുപാട് പേരെ കൊണ്ടുവരേണ്ടത് നാടിൻ്റെ ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ട് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് നിശ്ചയിച്ച് അതിൻ്റെ വളർച്ചയ്ക്ക് വേരോട്ടത്തിന് വിയർപ്പും ചോരയും ചിലരെല്ലാം പ്രാണനും നൽകിയ മനുഷ്യരോടുള്ള കടപ്പാട് മനസ്സിലോർത്ത് തിരുത്തേണ്ടവർ തിരുത്തി മടങ്ങേണ്ടവർ മടങ്ങി വരണമെന്ന അഭ്യർത്ഥനയോടുകൂടി ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ 10-15 വർഷം MLA ആയി കുറച്ചു കാലം പാർട്ടിയുടെ പ്രവർത്തകനായി ജീവിച്ച ഒരാളിൻ്റെയോ ഒരു സന്ദേശം എന്ന നിലയിൽ ഉൾക്കൊള്ളണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദനങ്ങൾ. നമ്മുടെ പ്രിയങ്കരിയായ MLA കൂടിയായ മന്ത്രി സഖാവ് ജെ ചിഞ്ചുറാണി സംസാരിക്കുന്നു. പ്രിയങ്കരിയായ അധ്യക്ഷ, കടയ്ക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ സെക്രട്ടറിയും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും കൂടിയായ ഡോക്ടർ ആർ ലതാദേവി, നമുക്ക് ഏവർക്കും സ്വാഗതം പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗം സഖാവ് ബുഹാരി, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 100ാം ജന്മശതാബ്ദി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ സഖാവ് പ്രകാശ് ബാബു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവും മുൻ മന്ത്രിയുമായ സഖാവ് മുല്ലക്കര രത്നാകരൻ, അതോടൊപ്പം തന്നെ ഇന്നിവിടെ പങ്കെടുക്കുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് PS സുപാൽ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ജില്ലാ കൗൺസിൽ അംഗങ്ങൾ, സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾ, പ്രിയങ്കരായ ഈ ജന്മശതാബ്ദി പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തിച്ചേർന്ന പാർട്ടി സഖാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ വേദിയിൽ മുതിർന്ന സഖാവ് ഉൾപ്പെടെയുള്ള നിരവധി മുതിർന്ന സഖാക്കളുണ്ട്. സഖാവ് KR ചന്ദ്രമോഹൻ സഖാവ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരെ, മാധ്യമ പ്രവർത്തകർ, നമ്മുടെ പാർട്ടി ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചപ്പോൾ ആ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് കുറച്ചധികം ആൾക്കാർ നമ്മുടെ പാർട്ടിയിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുമ്പോഴും ആ പാർട്ടി വീണ്ടും ശക്തമായ നിലയിൽ മുന്നോട്ട് വന്നുകൊണ്ടാണ് ഇന്നത്തെ പാർട്ടിയുടെ 100ാം വാർഷികം വളരെ ഗംഭീരമായ നിലയിൽ നമ്മുടെ കടയ്ക്കൽ ഇന്ന് നമുക്ക് കൊണ്ടാടുവാൻ സാധിച്ചു. നൂറുകണക്കിന് ആയിരക്കണക്കിന് സഖാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ നമ്മുടെ മണ്ഡലത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നിവിടെ എത്തിച്ചേർന്നതാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആർക്കും തോൽപ്പിക്കുവാൻ പറ്റില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരാണ് ഇന്നും ഈ പ്രസ്ഥാനത്തിലുള്ളത് എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും പോയ JC അനിൽ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ അവർ കാണിച്ച സാമ്പത്തിക അഴിമതി ഉൾപ്പെടെയുള്ളത് തുറന്നു കാണിച്ചുകൊണ്ട് സഖാവ് ബുഹാരിയും സഖാവ് ലതാദേവിയും ഉൾപ്പെടെയുള്ള നമ്മുടെ പ്രിയങ്കരായ നേതാക്കൾ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. പലരും പറഞ്ഞു, പലരും കൊഴിഞ്ഞുപോയി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇനി കടയ്ക്കൽ ആരുമില്ല എന്ന് പറഞ്ഞവർക്കൊരു തിരിച്ചടി കൊടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ സമ്മേളനം നമുക്കിവിടെ സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞത് എന്ന് ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും തന്നെ കടക്കുന്നില്ല. നമുക്ക് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുവാൻ പോകുന്നു.
പാർട്ടിയെ ശക്തമായ നിലയിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് പാർട്ടിയുടെ അണികളെ കൂടുതൽ നമുക്ക് ശാക്തീകരിക്കപ്പെട്ടുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരുമിച്ച് നിന്നുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് നമുക്ക് വരും ദിവസങ്ങളിൽ മുന്നേറാം എന്ന് മാത്രമേ ഈ അവസരത്തിൽ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ പറയാൻ ഉണ്ട് എന്നുണ്ടെങ്കിലും നമ്മുടെ കസേരകൾ മുഴുവൻ ഒഴിഞ്ഞു കിടക്കുന്നത് കൊണ്ട് ഞാൻ ആ ഒരു കാര്യങ്ങളിലേക്ക് കടക്കാതെ തന്നെ ഇന്ന് ഈ പരിപാടി ഗംഭീരമാക്കുവാനും അതിൽ നമ്മുടെ മുതിർന്ന നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ സംസാരിക്കുവാനും അതൊക്കെ കേൾക്കുവാൻ ക്ഷമയോടുകൂടി കാത്തിരുന്ന പ്രിയപ്പെട്ട സഖാക്കൾക്ക് അഭിനന്ദനങ്ങൾ, അഭിവാദികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സഖാക്കളെ, ഇനി സംസാരിക്കുന്നതിനായിട്ട് നമ്മുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് സുബാലുണ്ട്, അസിസ്റ്റന്റ് സെക്രട്ടറി സഖാവ് സാമുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം നമ്മുടെ സഖാവ് ആർ രാജേന്ദ്രനുണ്ട്, സഖാവ് KR ചന്ദ്രമോഹനുണ്ട്, സഖാവ് മന്മഥൻ നായരുണ്ട്, സജിലാലുണ്ട്, വേണുഗോപാല്, സഖാവ് അജയപ്രസാദ്, സഖാവ് അഷറഫ് തുടങ്ങി മണ്ഡലത്തിൽ നിന്നുള്ള DC അംഗങ്ങൾ എല്ലാവരും ഇവിടെ ഇപ്പോഴും വിളിച്ചാൽ നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്ന ധാരാളം സഖാക്കളുടെ ഒരു നിര തന്നെ ഉണ്ട്. പക്ഷെ അവരെല്ലാം പറഞ്ഞു ഇനിയിപ്പോൾ വൈകിക്കുന്നില്ല, ഈ യോഗത്തിൽ നന്ദി പറഞ്ഞ് യോഗം പിരിയുന്നതാണ്, അങ്ങനെ ചെയ്യണമെന്നാണ് അവരുടെ താല്പര്യം എന്നറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മഹായോഗത്തിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ ആൽത്തറമൂട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് ആദർശിനെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട സഖാക്കളെ, ഈ വൈകിയ അവസരത്തിൽ ഒരു നന്ദി പ്രസംഗം നടത്തുന്നില്ല. ഈ യോഗം ഇതിന് അധ്യക്ഷത വഹിച്ച നമ്മുടെ പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറി സഖാവ് ലതാദേവി, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച നമ്മുടെ പാർട്ടിയുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് പ്രകാശ് ബാബു, ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന സഖാവ് മുല്ലക്കരത്നാരൻ, സഖാവ് രാജേന്ദ്രൻ, സഖാവ് PS സുബാൽ, സഖാവ് സാംകേടൻ അടക്കം നമ്മുടെ പാർട്ടിയുടെ പ്രമുഖരായ എല്ലാ നേതാക്കൾ, ഈ യോഗം വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട എല്ലാ സഖാക്കളെയും, ഈ യോഗം കേട്ടുകൊണ്ടിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ നാട്ടുകാരെയും അടക്കം ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാ സഖാക്കളെയും നന്ദി രേഖപ്പെടുത്തുന്നു. അഭിവാദികൾ. കാര്യപരിപാടികളെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. ഈ യോഗത്തിൽ സഹകരിച്ച എല്ലാ സഖാക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് യോഗം പിരിഞ്ഞതായി അറിയിക്കുന്നു.